ന്യൂസ് ആൻഡ് ആരംഭിക്കുന്നു. അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് അന്ധമായി വിദേശ നയം രൂപപ്പെടുത്തിയ മോദി സർക്കാരിനുണ്ടായ തിരിച്ചറിവാണ് ചൈന റഷ്യ തീവ്ര സഹകരണത്തിൻ്റെ പുതിയ തീരുമാനങ്ങൾ. ട്രംപ് ഭരണകൂടം പ്രതികാരബുദ്ധിയോടെ 50% ഇറക്കുമതി ചുങ്കം ഇന്ത്യക്കുമേൽ ഏർപ്പെടുത്തി ഇന്ത്യയുടെ കയറ്റുമതി രംഗത്തെ ആകെ സ്തംഭിപ്പിച്ചു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകുന്ന അവസ്ഥ കൺമുന്നിൽ കാണാം. ചൈനയ്ക്കും റഷ്യയ്ക്കും ഒപ്പം നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പ്രവർത്തിക്കാൻ മോദി സർക്കാർ നിർബന്ധിതരായി. 7 വർഷങ്ങൾക്കു ശേഷം പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോയി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ കൂടാതെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിൽ സുപ്രധാന ചുമതല വഹിക്കുന്ന കായ്ചിയുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി തിയാൻജിനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയുടെ ഏകപക്ഷീയ തീരുമാനങ്ങളെ ചെറുക്കാൻ അങ്ങനെ നമ്മുടെ രാജ്യവും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ഇത് എത്ര കാലം? പരസ്പര വിശ്വാസവും സഹകരണവും ഊട്ടിയുറപ്പിച്ച് ത്രികക്ഷി സഖ്യം മുന്നോട്ടു പോകുമോ? ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിന് അയവ് വരുത്താനും കാതലായ പരിഹാരത്തിലേക്ക് നീങ്ങാനും സഹായകരമാകുമോ? ചൈനീസ് വിരോധം അവസാനിപ്പിച്ച് മോദി സർക്കാർ ആഗ്രഹിക്കുന്നത് രാജ്യത്തേക്ക് കൂടുതൽ ചൈനീസ് നിക്ഷേപം വരണമെന്നാണോ? ട്രംപ് ഇന്ത്യക്കുമേൽ തീർത്ത പ്രതികാരത്തെ ചെറുക്കാൻ ഇന്ത്യക്ക് മുന്നിൽ ഇതല്ലാതെ മറ്റു പോംവഴിയുണ്ടോ? ചോദ്യങ്ങൾ അങ്ങനെ നിരവധിയാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ജോസഫ് ആന്റണി, വിദേശകാര്യ വിദഗ്ധൻ, ഡോക്ടർ പി ജെ വിൻസെന്റ്, സാമ്പത്തികകാര്യ മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോർജ് ജോസഫ്. ശ്രീ ജോസഫ് ആന്റണി, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, ലോകം ഉറ്റുനോക്കുന്ന നിലയിലേക്കുള്ളൊരു തീരുമാനത്തിലേക്ക് പോന്നു. അങ്ങനെ വളരെ ശക്തമായൊരു സഹകരണം ചൈനയ്ക്കും റഷ്യയിലും ഉള്ളപ്പോൾ, ചൈനയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ ഈ പറഞ്ഞ ഈ ഷാങ്ഹായ് കോർപ്പറേഷനിലൂടെ, ആ സഹകരണത്തിലൂടെ ഉള്ളപ്പോൾ തന്നെയാണ് ഇന്ത്യ അതിലേക്ക് തീവ്രമായി ചേർന്ന് നിൽക്കുന്നത്. അത് വന്നതിന് ശേഷം, അവിടെ ഉണ്ടായ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ട്രംപിൻ്റെ പോസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളും അല്ലെങ്കിൽ ആ പോസ്റ്റും താങ്കളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകുമല്ലോ. ട്രംപ് ഏതൊക്കെ തരത്തിലാണ്, അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം എങ്ങനെയാണ് ഈ ശക്തമായ ത്രികക്ഷി നീക്കത്തെ കാണുന്നത്? ശ്രീ ജോസഫ് ആന്റണി, കേൾക്കാമോ? എന്തോ ചില തടസ്സങ്ങൾ പറയുന്നുണ്ട്. ഞാൻ താങ്കളിൽ നിന്ന് ആരംഭിക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ വരാം. ശ്രീ ജോർജ് ജോസഫ് ഇപ്പോൾ നമ്മൾക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ ചൈനയെ നോക്കിയാൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നതിലും അധികം എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന. പക്ഷേ ചൈനയ്ക്ക് മേൽ അങ്ങനെ ഒരു ഇറക്കുമതി പ്രതികാര ചുങ്കം ഒന്നും ഏർപ്പെടുത്താൻ അത്രമേൽ കഴിയില്ല. നമ്മൾ ബ്രസീലിനെ പോലെ തന്നെ ഏറ്റവും അധികം ഈ ട്രംപിൻ്റെ അപ്രീതിക്ക് പാത്രമായി 50% ഇറക്കുമതി ചുങ്കം നമ്മുടെ കയറ്റുമതിക്ക് മേൽ ഏർപ്പെടുത്തുന്ന ഒരവസ്ഥ സംജാതമായി. അത് നമ്മുടെ കയറ്റുമതി രംഗത്തിനുണ്ടാക്കുന്നൊരു നഷ്ടത്തിൻ്റെ വ്യാപ്തി, ആഴം എത്രമാത്രം വലുതാണ്. അതിന് പരിഹാരമാകും വിധത്തിലേക്കൊരു ചൈനീസ് നിക്ഷേപത്തിൻ്റെ കടന്നുവരവാണോ ഇന്ത്യൻ ഭരണകൂടം, മോദി സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? ശരത്ത് ആമുഖമായി പറഞ്ഞ കാര്യത്തിൽ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അതായത് ഇന്ത്യ ഇതപര്യന്തം ഈ മോഡി ഭരണത്തിന് കീഴിൽ തുടർന്നു വന്നിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ വിദേശകാര്യ നയത്തിൻ്റെ അതിശക്തമായിട്ടുള്ള ഏറ്റവും അങ്ങേയറ്റത്തൊരു പരാജയമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യ, ശരത്ത് ആമുഖമായി പറഞ്ഞു, അതായത് അമേരിക്കയോട് ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്കയുടെ ഒരു ആശ്രിതം, അമേരിക്കയാണ് ഏറ്റവും വലുത്, അമേരിക്ക സാമ്രാജ്യത്വമായി ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഇന്ത്യ അന്ന് അമേരിക്കയോട് കൂടുതൽ അടുത്തു. ആ അടുത്തതിൻ്റെ ഫലമായിട്ട് മറ്റു രാജ്യങ്ങളെല്ലാം ഇന്ത്യ അനാവശ്യമായിട്ട് പിണക്ക്, വിദേശകാര്യ നയത്തിൽ വന്നിട്ടുള്ള അതീവ ഗുരുതരമായ പാളിച്ച തന്നെയാണത്. നമ്മൾ ആലോചിക്കുക, ആദ്യം നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വരുമ്പോൾ നേരെ ഏതോ വിദേശ രാജ്യത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴി കറാച്ചിയിൽ ഇറങ്ങി, അപ്രതീക്ഷിതമായിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കാണുന്നു, പുതിയൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളൊരിത് വന്നു. അത് കഴിഞ്ഞ് ഷീ ജിൻപിങ് ഇന്ത്യയിൽ വന്നു. മഹാബലിപുരത്ത് വലിയ ഒരു ആഘോഷപരമായിട്ടുള്ളൊരു രീതിയിലൊക്കെ ഒരു ഉച്ചകോടി കാര്യങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ എല്ലാവർക്കും അറിയാം. പക്ഷെ പിന്നെ എന്താ സംഭവിച്ചത്? ട്രംപുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ട്രംപിനോടടുത്ത് അമേരിക്കയോട് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന, അമേരിക്കൻ താല്പര്യങ്ങൾക്ക് കീഴടങ്ങി പോകുന്ന ഒരു ഭരണകൂടമായിട്ട് ഇന്ത്യയിലെ മോഡി ഭരണകൂടം അധപ്പതിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കെതിരായി, ബംഗ്ലാദേശ് ഇന്ത്യയോടെതിരായി,
ശ്രീലങ്കയ്ക്ക് ഇന്ത്യയോട് താല്പര്യമില്ല, നേപ്പാൾ ഇന്ത്യയുമായി സഖ്യകക്ഷിയായിരുന്നു എന്ന അവസ്ഥ മാറി. അങ്ങനെ പല രാജ്യങ്ങളും ഇന്ത്യയുടെ ചുറ്റും. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു വിദേശകാര്യ സമീപനമാണ്. അതാണ് ഈ ഗുരുതരമായ പാളിച്ച. വാണിജ്യപരമായ കാര്യങ്ങളിൽ ഇപ്പോൾ വ്യാപാരത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുടെ പ്രതിസന്ധി അവിടെയാണ് ആരംഭിക്കുന്നത്. അടുത്ത് കിടക്കുന്ന രാജ്യം ചൈന ഒരു അതിശക്ത രാജ്യമാണ്, ഒരു മാനുഫാക്ചറിങ് ഹബ്ബാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നിരവധി ഉൽപ്പന്നങ്ങൾ ചൈന ഉൽപ്പാദിപ്പിച്ച് എത്തിക്കുന്നു. അവിടെ എല്ലാം ചൈനയെ മാറ്റി നിർത്തി എല്ലാം വരി. എന്നാൽ ഏറ്റവും വലിയ തമാശ എന്താ, ഇതിനു മുമ്പും ഈ ഭരണം വരുന്നതിന് മുമ്പ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ ചൈനീസ് കമ്പനികൾ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അത് ചൈന ഇന്ത്യയുടെ എന്തോ കാര്യങ്ങളൊക്കെ ചോർത്തിക്കൊണ്ടു പോകും, രഹസ്യങ്ങൾ ചോർത്തും, അതുകൊണ്ട് ചൈനയായിട്ട് ഇടപെടാൻ പറ്റില്ലെന്നാണ് അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി സ്വീകരിച്ച നിലപാട്. ഇപ്പോൾ എന്താ, വിഴിഞ്ഞം തുറമുഖത്തിരിക്കുന്ന ഷിഫ്റ്റ് ഷോർട്ട് ക്രെയിനുകൾ ആരുണ്ടാക്കിയതാണ്? എവിടെ നിന്നുള്ള ക്രെയിനുകളാണ്? ചൈനീസ് ക്രെയിനുകൾ. ചൈനയിൽ നിന്നുള്ള ക്രെയിനുകളാണ്. വല്ലാർപാടത്തിരിക്കുന്ന ക്രെയിൻ ആരുടെയാ? ചൈനയാണ്, ക്രെയിനാണ്. അതായത് ഇത്തരം ക്രെയിനുകൾ ഉൽപ്പാദിപ്പിക്കാൻ ലോകത്ത് ചുരുക്കം ചില രാജ്യങ്ങൾക്കേ കഴിയൂ. അതുകൊണ്ട് ചൈനയെ അങ്ങോട്ട്, അതിനുശേഷം ഗൽവാനിലെ പ്രശ്നം ഉണ്ടായിട്ട് കഴിഞ്ഞപ്പോൾ ചൈനയെ പുകച്ചു കളയും, മൂക്കി കയറ്റി കളയും എന്നൊക്കെ ഉള്ള രീതിയിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് വേറൊരു ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ചൈനയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഏക പ്രധാനമന്ത്രി. അന്ന് സംഘി ഹാൻഡിലുകൾ ചെയ്ത എന്താ, ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, നമുക്ക് ചൈന വേണ്ട, ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ഇപ്പോൾ പറയുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നാണ്. അപ്പോൾ ഇതാണ് വിദേശകാര്യ നയത്തിൽ ഒരു അഴകുഴമ്പൻ സമീപനം. എന്താണ് നിലപാട്? നമ്മൾ എങ്ങനെയാണ്, ഒന്നില്ലെങ്കിൽ അമേരിക്കയുടെ സാമ്രാജ്യത്വത്തെ, അമേരിക്ക എടുക്കുന്ന യുദ്ധവെറിയെ, അമേരിക്ക എണ്ണ വിപണിയെ നിയന്ത്രിക്കുന്നതിനെ, ലോകത്തെ സാമ്പത്തിക ശക്തികൾ തങ്ങളുടെ വരുതിയിൽ നിർത്തുന്ന നയസമീപനത്തെ ചെറുത്ത് നിൽക്കാനുള്ള ഉറച്ചൊരു തീരുമാനം ഒരു ഭരണാധികാരിക്ക് ഉണ്ടാവണം. എന്നിട്ട് ഇപ്പോൾ എന്താ, അമേരിക്കയായിട്ട് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ വീണ്ടും ചൈനയുടെ അടുത്തേക്ക് പോകുന്നു, ചൈനയായിട്ട് കാണുന്നു. നമ്മൾ ആലോചിക്കുക, ഈ പ്രസിഡന്റ് ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം പോയി പ്രസിഡന്റ് ട്രംപിനെ കണ്ട മറ്റ് രാജ്യത്തുനിന്നുള്ള നേതാവ് ആരാ? ഈ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി പോയി കണ്ടു. അതിനുശേഷം വിദേശകാര്യ വകുപ്പ് മന്ത്രി S. ജയശങ്കർ പോയി, പീയൂഷ് ഗോയൽ കോമേഴ്സ് മിനിസ്റ്റർ പോയി. ഇവരെല്ലാം പോയി ആദ്യമേ ചർച്ച നടത്തിയ രാജ്യം, ഈ വാണിജ്യ കരാർ ഒപ്പിടുന്നതിന് വേണ്ടി, ഉഭയകക്ഷി കരാറിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ആദ്യം ചർച്ച ചെയ്തൊരു രാജ്യം ഇന്ത്യയാണ്. പക്ഷേ ഇന്ത്യയെ വളരെ മോശമായ രീതിയിൽ അവഗണിക്കുന്ന സമീപനമാണ് ട്രംപ് എടുത്തത്. ജയശങ്കറും പീയൂഷ് ഗോയലിനും പ്രസിഡന്റ് ട്രംപിനെ കാണാൻ പോലും കഴിഞ്ഞില്ല. അതിനുശേഷം ഉള്ള നിലപാടുകളും ഈ 50%, ശരത് സൂചിപ്പിച്ചതുപോലെ ചൈന ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. എണ്ണ ഉപയോഗിക്കുന്ന രാജ്യവും ചൈനയാണ്. റഷ്യയാണ് അവരുടെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈനയ്ക്ക് 25% ഉള്ളൂ. അപ്പോൾ ഈ പീനൽ തീരുവ അവർക്കില്ലാത്ത എന്താ? അതുമാത്രമല്ല, ട്രംപ് എടുത്തിരിക്കുന്ന നിലപാട് ഇപ്പോൾ ആലോചിക്കുക. ഈ ട്രംപിൻ്റെ ഈ നിലപാടിന് കൃത്യമായൊരു പ്രതികരണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ചൈനയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും അമേരിക്കൻ നിലപാടിനെ തള്ളിക്കളയാനോ, അമേരിക്കയെ നിങ്ങൾ ചെയ്ത് ശരിയല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചൈന ഉടനെ തന്നെ ഈ തീരുവ ഉയർത്തിയപ്പോൾ അതേ തോതിൽ ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഉയർത്തി. ഇന്ത്യ ചെയ്യുന്നില്ല. അല്ല, നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നാണ്. അതാണ് നേരത്തെ ജോർജ് ജോസഫ് താങ്കൾ പറഞ്ഞ ഈ സ്പോട്ടിൽ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ചൈന തിരിച്ച് അവരും ആ നിലയിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് അമേരിക്കയോട് അങ്ങനെ തന്നെ പ്രതികരിച്ചു. നമ്മളെന്താണ് ചെയ്തത് എന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം, നേരത്തെ ഞാൻ ഡോക്ടർ ജോസഫ് ആൻ്റണിയോട് അതാണ് ചോദിക്കാൻ ശ്രമിച്ചത്. ഈ ഉഭയകക്ഷി ചർച്ചകളൊക്കെ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ ഭാഗമായി നടക്കുമ്പോൾ പ്രധാനമന്ത്രി മോദിയുടെ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നതിന് തൊട്ട് പിന്നാലെ പ്രസിഡന്റ് ട്രംപിൻ്റെ പോസ്റ്റ് എന്തായിരുന്നു? അതായത് നമ്മൾ ഇറക്കുമതി തീരുവ, അതായത് അമേരിക്കയിൽ നിന്ന് ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഇറക്കുമതി തീരുവ പൂർണ്ണമായും ഒഴിവാക്കാൻ ഇന്ത്യ സമ്മതിച്ചു എന്നാണ്. ചൈന എന്താണോ ചെയ്തത് അതിന് നേർ വിപരീതമായി പൂർണ്ണമായി ഒഴിവാക്കാൻ സമ്മതിച്ചു എന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാൽ പരിഹസിക്കുകയാണ്. എന്നിട്ട് പരിഹസിച്ചിട്ട് പറഞ്ഞത്, പക്ഷേ വല്ലാതെ വൈകി തോന്നിയ ബുദ്ധി എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതെ 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 അതിൽ കൂട്ടിച്ചേർത്ത ഒരു കാര്യം പറഞ്ഞോട്ടെ, ശരത്തെ കൂട്ടിച്ചേർത്ത് ഈ പരിഹാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നിലപാടില്ലായ്മയാണ് അവിടെ പ്രശ്നമായത്. നട്ടല് നിവർത്തിയത് ചെയ്യാൻ തയ്യാറായില്ല. എന്നിട്ട് ഈ പരിഹാസം എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ട്രംപ് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളോട് പറയാണ്, നിങ്ങൾ ഇന്ത്യക്ക് മേൽ പീനൽ തീരുവ ചുമത്തണം, കാരണം റഷ്യയെ സഹായിക്കുന്നു, റഷ്യ യുക്രൈൻ യുദ്ധത്തിനെല്ലാം തീ പിടിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളോടും കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരെന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് നമുക്കറിയില്ല.
ഏതായാലും ട്രംപ് പറയുന്ന പോലെ കേൾക്കുന്ന രാജ്യങ്ങളായിരിക്കും എന്ന് തോന്നുന്നില്ല ഈ കാര്യത്തിൽ. പക്ഷെ അതും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പറ്റിയത്, സംഭവിച്ചത് മുഴുവൻ ഇന്ത്യയുടെ വ്യക്തമായ നിലപാടില്ലായ്മ, ശരിയായ രീതിയിൽ സാമ്രാജ്യത്വ ശക്തികളെയും കോർപ്പറേറ്റ് മൂലധന ശക്തികളെയും എതിർത്തുകൊണ്ട് ഒരു പ്രത്യേക ചേരി സൃഷ്ടിക്കുന്നതിനുള്ള ഈ വികസ്വര രാജ്യങ്ങളുടെ ചാമ്പ്യനായി നിൽക്കും. മുമ്പ് ഇന്ത്യയുടെ വിദേശ നയം അതായിരുന്നു. നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ദിരാഗാന്ധിയുടെ കാലം വരെയൊക്കെ വികസ്വര രാജ്യങ്ങളുടെ മുന്നിൽ നിന്ന് അവർ നയിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഈ വിദേശകാര്യ രംഗത്ത്. ഇത് അഴകുഴമ്പൻ സമീപനം, നിലപാടില്ലായ്മ, ഏത് രാജ്യമാണ് നമ്മുടെ ശത്രു എന്നറിഞ്ഞുകൂടാ, അങ്ങനെയൊക്കെ പോയപ്പോൾ ഈ ദുരന്തത്തിലേക്ക് എത്തിച്ചേരും. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ട് ചൈനയുടെ മുമ്പിൽ കീഴടങ്ങുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അതാണ് അവസ്ഥ. ഞാൻ ജോർജ് ജോസഫിലേക്ക് വരാം. ഡോക്ടർ ജോസഫ് ആൻ്റണി, ഇതിപ്പോൾ ഏതാണ്ട് 7 വർഷങ്ങൾക്ക് ശേഷം ചൈനയിലേക്ക് പ്രധാനമന്ത്രി മോദി പോയി ഈ പറഞ്ഞ പോലെ ഷാങ്ഹായ് കോർപ്പറേഷൻ SCO ഉച്ചകോടിയിൽ പങ്കെടുത്ത് വരുമ്പോൾ 2018 ഉണ്ടായിരുന്ന ഒരു സാഹചര്യമൊന്നുമല്ല. 2018 പോകുക എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ഉണ്ടായിരുന്ന അതിർത്തിയുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അതിനുശേഷമാണ് 18 അവിടേക്ക് വന്നു. 17 അതിർത്തിയിൽ ദോക്ലയിലുണ്ടായ ഈ പറഞ്ഞ ആക്രമണങ്ങളുടെയും മറ്റും സംഘർഷത്തിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. 18 പോയതിനു ശേഷം 2025 7 വർഷങ്ങൾക്ക് ശേഷം അവിടെ ചെല്ലുമ്പോൾ ആ ഉച്ചകോടിയിൽ നേരിട്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ ഇന്ത്യയുടെ സാഹചര്യം, ഇന്ത്യൻ പൊസിഷൻ തീർത്തും ദുർബലമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലല്ലേ? ഇത് രാജ്യത്തിൻ്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. വലിയ ഷിഫ്റ്റ് മോദി സർക്കാർ, സംഘ് പരിവാർ അധികാരത്തിൽ വന്നതിനു ശേഷം, മൻമോഹൻ സിംഗ് സർക്കാർ തുടങ്ങി വെച്ചതിൻ്റെ തുടർച്ചയിൽ അതിനുമപ്പുറത്തേക്ക് ഒരു വളരെ സവിശേഷമായൊരു പങ്കാളിയായി, അമേരിക്കയുടെ പങ്കാളിയായ ഒരു പദവിയിലേക്ക് നമ്മുടെ രാജ്യം മാറി. എന്നിട്ടും ആ രാജ്യത്തെ ആ നിലയിൽ പരിഗണിക്കുക പോലും ചെയ്യാതെയാണ് കടുത്ത പ്രതികാര ബുദ്ധിയോടെ നമ്മൾക്ക് മേൽ മോദി ഭരണകൂടം പെരുമാറിയത്, വിശേഷിച്ചും വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം. ഇതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം. അവിടെയാണ് ഇപ്പോൾ ചൈനയ്ക്കും റഷ്യയ്ക്കും ഒപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ ഇന്ത്യ നിർബന്ധിതമായിരിക്കുന്നത്, അല്ലെങ്കിൽ വേണ്ടി വന്നിട്ടുള്ളത്. അത് ഈ സാഹചര്യത്തിൽ വേണ്ടത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇത് യഥാർത്ഥത്തിൽ മുമ്പ് ജോർജ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിദേശ നയത്തിൻ്റെ പാളിച്ചയുടെ ഭാഗമായി സംഭവിച്ചതാണോ? അതിനനുസരിച്ചുള്ളൊരു തിരുത്തൽ വിദേശ നയത്തിൽ വരുത്താൻ മോദി സർക്കാർ നിർബന്ധിതമായി മാറിയിട്ടുണ്ടോ? അയൽരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ചൈനയുമായിട്ടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ, ചൈനീസ് നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഒക്കെ നമ്മുടെ വിദേശ നയത്തിൻ്റെ വലിയൊരു തിരുത്തലിലേക്ക്, പൊളിച്ചെഴുത്തിലേക്ക് ഇത് നീങ്ങേണ്ടതായി വരുമോ? 2-3 പ്രശ്നങ്ങൾ ഈ ചോദ്യത്തിനകത്തുണ്ട്. ആദ്യം നമ്മുടെ വിദേശ നയത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. നമുക്കറിയാം 2014 നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അധികാരത്തിൽ വരുന്നത്. നമ്മൾ 1990 മുതൽ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം നമ്മുടെ സാമ്പത്തിക നയം മാറിയതോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നയത്തിലും വലിയ മാറ്റം വന്നു. അത് ഒരു സ്വാഭാവികമായും സംഭവിക്കുന്നതാണ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നയത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ രാജ്യത്തിൻ്റെ വിദേശ നയത്തിൽ മാറ്റമുണ്ടാകും. ആ വിദേശ നയം നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന വിദേശ നയമായി മാറി. അത് പിന്നെ കോൺഗ്രസ് ഗവൺമെൻറ്, പിന്നാലെ വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ അത് വളരെ ശക്തമായി ആണവ കരാർ ഉൾപ്പെടെയുള്ളവ സൃഷ്ടിച്ചുകൊണ്ട് ആ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കി. തന്ത്രപ്രധാന പങ്കാളി, സ്ട്രാറ്റജിക് പാർട്ണർ, തന്ത്രപ്രധാനമായ ഒരു നോൺ നാറ്റോ അലൈ എന്ന പദവിയിലേക്ക് വരുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ അമേരിക്ക ബന്ധം വളർന്നു. എന്നാൽ ഈ 2014 ശേഷം എന്താ സംഭവിച്ചത്? 2014 വരെ ഒരുതരം ഒരു ലിബറൽ നയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിദേശ നയമാണ് ഇന്ത്യ തുടർന്നതെങ്കിൽ 2014 ശേഷം ഉണ്ടായത് ഈ ലിബറൽ വിദേശ നയത്തോടൊപ്പം ഈ നമ്മുടെ വിദേശ നയത്തിൽ ഒരു ഹിന്ദുത്വ വിദേശ നയം കൂടി വന്നു. ഹിന്ദുത്വ ആശയം കൂടി നമ്മുടെ വിദേശ നയത്തിൽ വന്നു. ആ ഹിന്ദുത്വ ആശയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം, ആ നയം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ജനാധിപത്യപരമായ ഒരു തീരുമാനമെടുക്കലോ ജനാധിപത്യപരമായ ഒരു വിദേശ നയമോ അല്ല. ആ നയത്തിൻ്റെ പ്രധാന വക്താവായിട്ട് നിൽക്കുന്ന ആളാരാണോ ആ ആളിൻ്റെ നേതൃത്വത്തിലുള്ളതായി മാറും ആ വിദേശ നയം. അതുകൊണ്ട് ഈ ഒരു ജനാധിപത്യപരമായ ചർച്ചയോ ഒരു കോൺസെൻസസോ ഉണ്ടാവാത്ത തരത്തിലുള്ള വിദേശ നയമായിട്ട് നമ്മുടെ വിദേശ നയം മാറി. അതുകൊണ്ടാണ് നമ്മൾ കണ്ടു 2017 ഇദ്ദേഹം അധികാരത്തിൽ വന്ന സമയം മുതൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു വ്യാപാരിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ വിദേശ നയത്തിൽ അദ്ദേഹം നിരന്തരമായി ചെയ്യുന്നത് ഒരു ട്രാൻസാക്ഷനിസ്റ്റ് എന്ന് നമ്മളിപ്പോൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണ്. അത് മറ്റൊന്നുമല്ല, എനിക്ക് എൻ്റെ രാജ്യത്തിന് എന്ത് ഗുണം കിട്ടുമെന്ന് മാത്രം നോക്കി മറ്റ് രാജ്യങ്ങളുമായി ഇടപെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ 1ാമത്തെ ഭരണകാലത്ത് തന്നെ
നമുക്കെതിരായി ഒരുപാട് ദ്രോഹം ചെയ്ത ആളാണ് എന്ന് ഈ ഇപ്പോഴത്തെ നമ്മുടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അന്ന് തന്നെ തിരിച്ചറിയുകയോ അതിനെതിരായി പ്രതികരിക്കുകയോ ചെയ്തില്ല. നമ്മളെപ്പോലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. നമ്മളെ പരസ്യമായി ആക്ഷേപിക്കുക, നമ്മൾക്കെതിരായ ദ്രോഹ നടപടികൾ ചെയ്യുക. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ നമ്മൾ പിന്നെ അതിനെ ഏറ്റവും ശക്തമായി പ്രതിരോധിച്ചത് റഷ്യയിൽ നിന്ന് വാങ്ങിച്ച S-400 ട്രയംഫ് പ്രതിരോധ മിസൈൽ കൊണ്ടാണ്. അത് വാങ്ങിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ കാറ്റ്സ എന്ന് പറയുന്ന നിയമം നമുക്കെതിരെ ഉപയോഗിക്കാൻ തുടങ്ങിയ ആളാണ് അദ്ദേഹം. എന്ന് മാത്രമാണോ, നമ്മളൊരു മൂന്നാം ലോക രാജ്യമാണ്, അല്ലെങ്കിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ആ വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് അന്ന് തന്നെ ഈ പല ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, ചുങ്കം കുറവുണ്ട്. ആ ആനുകൂല്യം GSP, ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്നൊക്കെ പറയുന്ന ആ കാറ്റഗറി ട്രംപ് വെട്ടിക്കളഞ്ഞു. നമ്മളെ വികസിത രാജ്യം എന്ന പട്ടികയിൽ നിന്ന് വികസ്വര രാജ്യത്തിൻ്റെ പട്ടികയിലേക്ക് പെടുത്തി. അങ്ങനെ ഒരുപാട് നഷ്ടം അക്കാലത്ത് തന്നെ വരുത്തിയ ആളാണ്. അന്നും തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന കച്ചവടക്കാരനായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ ദ്രോഹിക്കുന്ന ആളാണ്. അദ്ദേഹവുമായിട്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രമേ ഇടപെടാൻ കഴിയൂ. അന്നൊന്നും തന്നെ ഇന്ത്യ ഗവൺമെൻറ് ഈ ട്രംപിൻ്റെ ഈ അപകടകരമായ സ്വഭാവം കാണുകയോ അഥവാ കണ്ടെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്തു. അതുകൊണ്ടാണല്ലോ 2020 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തത് എന്താണ്? നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി പിന്നെ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിച്ചു. സാധാരണഗതിയിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വേറൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നേരിട്ട് വോട്ട് പിടിക്കാൻ പോകാറില്ല. തികച്ചും അൺഡിപ്ലോമാറ്റിക് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. എന്ന് മാത്രമാണോ, അമേരിക്കയിൽ ഇപ്പോൾ വോട്ട് പിടിച്ച മാത്രമല്ല, അദ്ദേഹത്തെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അവിടെ ഇന്ത്യയിലും പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുന്ന ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ചെയ്ത ആൾ നമുക്കെല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ഇവർ തമ്മിലുള്ളൊരു ഹൃദയക്കുണ്ട്. ഈ രണ്ട് നേതാക്കന്മാരും അറിയപ്പെടുന്നത് പോപ്പുലിസ്റ്റ് നേതാക്കന്മാരാണ്. അത് നമ്മുടെ ലോകത്തുണ്ടായിരിക്കുന്ന രാഷ്ട്രീയത്തിലുണ്ടായ ഒരു മാറ്റത്തിൻ്റെ ഒരു പ്രതിഭാസം എന്ന് പറയാം. ഈ ഗ്ലോബലൈസേഷൻ മാറി ഡീ ഗ്ലോബലൈസേഷൻ എന്നുള്ള പ്രക്രിയ വരുമ്പോൾ അവിടെ ഈ സോവറിൻ നാഷണലിസം എന്നൊക്കെ പറയുന്ന ഒരു ആശയമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പോപ്പുലിസ്റ്റ് നേതാക്കന്മാർ ഉയർന്നു വരും. അങ്ങനെ പോപ്പുലിസ്റ്റ് നേതാവാണ് ഡൊണാൾഡ് ട്രംപ്, പോപ്പുലിസ്റ്റ് നേതാവാണ് നമ്മുടെ പ്രധാനമന്ത്രി. അങ്ങനെയുള്ള ആളുകൾ തമ്മിലുള്ള ഒരു ഹൃദയൈക്യമാണ് ഇവിടെ ഉണ്ടായത്. പക്ഷേ ഇവിടെ കാണാതെ പോയത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നമുക്ക് ഇദ്ദേഹവുമായിട്ടുള്ള വളരെ അടുത്ത ചങ്ങാത്തം സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെന്താ സംഭവിച്ചത്? ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോഴും നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം, ഇദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകൾ ഇന്ത്യയിലുണ്ട്, പ്രത്യേകിച്ച് BJP അനുകൂല ആളുകളെല്ലാം. എന്ന് മാത്രമാണോ, ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രധാന മാധ്യമങ്ങളെല്ലാം എന്താ എഴുതിയത്? ഇതാ ഇന്ത്യ അമേരിക്ക ബന്ധം അതിശക്തമായി മെച്ചപ്പെടാൻ പോകുന്നു. കാരണം എന്താണ്? നമ്മുടെ ട്രംപ്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ മേരാ ദോസ്ത് എന്ന് വിളിച്ച് പറയുന്ന ആൾ അമേരിക്കൻ പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്നു. എന്ന് മാത്രമാണോ, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാര്യ ഉഷ വാൻസ്, ഇന്ത്യൻ വംശീയമായിട്ടുള്ള വ്യക്തിയുടെ ഭർത്താവ് വൈസ് പ്രസിഡന്റ് ആകുന്നു. ഇന്ത്യ കോക്കസിൻ്റെ നേതാവായിട്ടുള്ള ഹെക്സത്ത് നേതാവായിട്ട് വരുന്നു. അതുപോലെ മാർക്കോ റൂബിയോ, ഈ ചൈന വിരുദ്ധനായിട്ടുള്ള മാർക്കോ റൂബിയോ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് വരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട പദവികളെല്ലാം ചൈന വിരുദ്ധരോ ഇന്ത്യ അനുവാദ തുളസി ഗബാഡ് എന്ന് പറയുന്ന പിന്നെ എന്താണ് സ്ത്രീ, ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്ന സ്ത്രീ പ്രധാനപ്പെട്ട പദവികളിലേക്ക് വരുന്നു. അതുകൊണ്ട് ഇന്ത്യ അമേരിക്ക ബന്ധം മെച്ചപ്പെടാൻ പോകുന്നു. അപ്പോഴൊക്കെ നമ്മൾ സൂചിപ്പിച്ച കാര്യമുണ്ട്, ഈ ട്രംപിൽ നിന്നും നന്മ പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഒന്നാമത്തെ ഭരണകാലത്ത് തന്നെ ഇദ്ദേഹം ഇന്ത്യക്കെതിരെ വളരെയധികം ദ്രോഹപരമായ നിലപാടെടുത്ത ആളാണ്. ഒന്നാമത്തെ ഭരണകാലത്ത് അദ്ദേഹം പറഞ്ഞു, ഈ വാചകം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ചുങ്ക രാജാവാണ് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ശുദ്ധ ജലവുമില്ല, ശുദ്ധ വായുമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്നാണല്ലോ ഈ ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാക്കിയത് ഈ പിന്നെ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം. ഇപ്പോൾ അന്ന് ട്രംപ് പറഞ്ഞെന്താണ്? ഈ ആഗോള താപനം എന്ന് പറയുന്നതിൻ്റെ ഉത്തരവാദി ഇന്ത്യയും ചൈനയുമാണ്, അവരാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതെന്ന്. ഇങ്ങനെ അതായത് വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും സ്വന്തം താല്പര്യം മാത്രം സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. ആ ഭരണാധികാരിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കാണുന്നത് എന്ന് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ ആണ് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തെ ഇപ്പോൾ ഉപദേശിക്കുന്ന ആളുകളെല്ലാം തന്നെ പിന്നെന്താണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മെച്ചത്തിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ആഗോള സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉന്നതമായ നിലയിൽ പ്രവർത്തിക്കുന്ന, നമുക്കറിയാം ഇൻ്റർനാഷണൽ ട്രേഡിൽ പിന്നെ നൊബേൽ സമ്മാനം നേടിയ ആളാണ് അമേരിക്കക്കാരനായിട്ടുള്ള പോൾ ക്രക്മാൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം പറയുന്നുണ്ട്,
ഈ പിന്നെ ഒരു രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് താരിഫ് ചുമത്തുക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയില്ല. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആളാണ് ജോസഫ് സ്റ്റീഗ്ലിറ്റ്സ്. അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ താരിഫ് നയം വളരെ വികലമായ, അമേരിക്കയുടെ ഒരു കാരണവശാലും രക്ഷപ്പെടുത്തുന്നതല്ല. ജെഫ്രി സാക്സ് പറയുന്നു, ജിം ഒനീൽ പറയുന്നു. അതുപോലെ ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ അടിസ്ഥാനപരമായ ധാരണയുള്ളവരും അന്തർദേശീയ തലത്തിൽ അംഗീകാരമുള്ളവരും പറയുന്ന ഒരു കാര്യം, ഈ താരിഫ് ചുമത്തിക്കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികമോ രാഷ്ട്രീയമോ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇവിടെ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നതോ അദ്ദേഹത്തെ ഉപദേശിക്കുന്നതോ പീറ്റർ നവാരോ എന്ന് പറയുന്ന ഒരു വികട സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണല്ലോ പറയുന്നത് റഷ്യയിൽ നടക്കുന്നത് മോഡീസ് വാറാണ്, മോഡിയുടെ യുദ്ധമാണ് നടക്കുന്നത് എന്ന് മാത്രമല്ല, എണ്ണ വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു ലാൻഡ്രോമാറ്റിക് വർക്ക് എന്ന് പറയുന്നത്, അതായത് ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനാണ് നമ്മുടെ മണി ലോണ്ടറിങ് എന്ന് പറയുന്നത്. അതിൻ്റെ പാക്ക് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ അവിടുന്ന് എണ്ണ വാങ്ങിച്ച് നമ്മൾ ശുദ്ധീകരിച്ച് മറ്റുള്ള രാജ്യങ്ങൾക്ക് വിറ്റുകൊണ്ട് യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരായ റഷ്യയുടെ യുദ്ധത്തെ നമ്മൾ സഹായിക്കുന്നു എന്ന് പറയുന്ന ആളാണ് ഇദ്ദേഹം, ഈ പീറ്റർ നവാരോ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കപട സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ ഉപദേശം കേട്ടുകൊണ്ട് ലോകത്തിനെല്ലാം എതിരായി പ്രവർത്തിക്കുന്ന ആൾ, അതിൻ്റെ രാഷ്ട്രീയം കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് അമേരിക്കയുടെ സാമ്രാജ്യത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു പുതിയ മുഖമാണ് ഈ താരിഫ് എന്ന് പറയുന്ന പ്രവർത്തനത്തിലൂടെ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഞാൻ പറയാം. 25% അവർ ചുങ്കം നമുക്കെതിരെ ഏർപ്പെടുത്തി. അതിന് പറഞ്ഞ ന്യായം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ വളരെ താരിഫ് കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, എന്നാൽ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അവർ കൂടുതൽ താരിഫ് വാങ്ങുന്നു എന്ന് പറയുന്ന ന്യായം നമുക്ക് അംഗീകരിക്കാം. പക്ഷേ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നു, ബ്രിക്സ് എന്ന് പറയുന്ന സംഘടനയിൽ അംഗമാകുന്നു. അങ്ങനെയുള്ള സംഘടനയിൽ അംഗമായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ പിഴപ്പലിശ ചുമത്തുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എങ്ങനെ ഏത് സംഘടനയിൽ ചേരണം, എവിടുന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ? അങ്ങനെയുള്ള ഒരു പരമാധികാര രാജ്യത്തിൻ്റെ ആ പരമാധികാരം അംഗീകരിക്കാതെ ഞങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങൾ ജീവിക്കണമെന്ന് ഇന്ത്യയെ പോലെയുള്ള അമേരിക്ക, നമ്മൾ പറയുന്നത് മേരാ ദോസ്ത് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് നമുക്കെതിരായി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിൽ നമ്മൾ കാണേണ്ടത് ലോകം കാണാതെ പോകുന്നത് സാമ്രാജ്യത്വ രാഷ്ട്രീയമാണ്. വൈറ്റ് ഹൗസിന് ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് വന്ന വൈറ്റ് ഹൗസിലേക്ക് കൂടുതൽ ശക്തമായി നമ്മുടെ വിദേശ നയത്തെ കൊണ്ട് പ്ലെഡ്ജ് ചെയ്ത, പണയപ്പെടുത്തിയ ഒരു സർക്കാർ, ഒരു കേന്ദ്ര സർക്കാർ, അത് മോദി സർക്കാർ നേരിടേണ്ടി വരുന്ന തിക്താനുഭവങ്ങളാണ്. ആ യാഥാർത്ഥ്യത്തിലൂടെ ഇന്നിപ്പോൾ ആ ഭരണകൂടം കടന്നു പോവുകയാണ്. രാജ്യം അത് അനുഭവിക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. വളരെ ഗൗരവതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകും വിധത്തിലേക്കുള്ള തീരുമാനങ്ങൾ. അവിടെയാണ് താങ്കൾ പറഞ്ഞ പോലെ 25% ഒപ്പം വീണ്ടും 25% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തി രാജ്യത്തിൻ്റെ വലിയ കയറ്റുമതി മുഴുവൻ അതിനെ ആകെ തകർക്കും വിധത്തിലേക്ക്, സ്തംഭിപ്പിക്കും വിധത്തിലേക്ക് മോദി സർക്കാരിന് മേൽ അല്ലെങ്കിൽ രാജ്യത്തിന് മേൽ ഇപ്പോൾ ട്രംപ് നിൽക്കുന്നത്. ഡോക്ടർ പി ജെ വിൻസെൻ്റ് ചേരുന്നുണ്ട്. അദ്ദേഹത്തെ ലൈവിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ ടെലിഫോൺ ലൈനിൽ അദ്ദേഹമുണ്ട്. ഞാനിത് പറയുമ്പോൾ തന്നെ ഡോക്ടർ പി ജെ വിൻസെൻ്റ്, ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടി അതുപോലെ അവിടെ നടന്ന ഉഭയകക്ഷി ചർച്ചകൾ, ഇതിനെല്ലാം വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നു. അവിടെ പോകുമ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ മാത്രമല്ല കണ്ടത്. അവിടെ തിയാൻജിനിൽ വെച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലെ വളരെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ, അത് പ്രത്യയശാസ്ത്ര, മാധ്യമ, സാംസ്കാരിക മേഖലകളുടെ ചുമതലക്കാരനായ കായ്ച്ചിയുമായി വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ സാഹചര്യമുണ്ട്. ഞാനിത് പറയാൻ കാര്യം, നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഘടനയിൽ നിന്ന് നോക്കിയാൽ CPIM നേതൃത്വത്തിൽ വരുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ സ്ഥിരമായി നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഈ ലോകത്തെ ഏകപക്ഷീയമായ നടപടിക്രമങ്ങൾ അത് അപകടകരമാണ്. ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തെ ഇങ്ങനെ പണയപ്പെടുത്തരുത്, ഈ വിധം ഇങ്ങനെ അടിമപ്പെടരുത്, നമ്മൾ ആ നിലയിൽ ഒരു തന്ത്രപ്രധാന പങ്കാളിയായി അങ്ങനെ പൂർണ്ണമായും വീണു പോകാൻ പാടില്ല എന്ന നിരന്തര വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഈ ഇടത് പാർട്ടികൾ രാജ്യത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ചൈനയെ പോലുള്ള രാജ്യങ്ങളുമായി പരസ്പര സഹകരണം വർദ്ധിപ്പിക്കണം, പരസ്പര വിശ്വാസവും സഹകരണവും ആർജിക്കേണ്ടതുണ്ട് എന്ന നിലപാടുകൾ മുന്നോട്ട് വെച്ചു. അന്ന് അതിനെയെല്ലാം അതിനിശ്ചിതമായ പരിഹാസത്തോടെ രാഷ്ട്രീയമായി മറുപടി പറയാനോ ആക്ഷേപിക്കാനോ ശ്രമിച്ചിട്ടുള്ളതാണ് രാജ്യത്തെ സംഘ് പരിവാർ. കേരളത്തിലെ ചാനൽ ചർച്ചകളിലേക്കൊക്കെ വരുന്ന BJP വക്താക്കൾ നമ്മുടെ സംസ്ഥാനത്തെയോ രാജ്യത്തെയോ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ നേരെ ചൈനയിലേക്ക് പോയി ആക്ഷേപിച്ച കാലമൊക്കെ സാന്ദർഭികമായി ഓർത്തുപോവുകയാണ്. ഡോക്ടർ പി ജെ വിൻസെൻ്റ്, അങ്ങനെയുള്ള നമ്മുടെ സംവിധാനത്തിനകത്ത്, നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു തിരിച്ചറിവോടെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിർബന്ധിതമായി മാറുകയാണോ ഇപ്പോൾ ഈ ഉച്ചകോടിക്ക് ശേഷമുള്ള സാഹചര്യം വിലയിരുത്തിയാൽ താങ്കൾക്ക് എന്തു തോന്നുന്നു? തീർച്ചയായിട്ടും അതെ. ഈ വിദേശ നയം മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച്
നമ്മൾ റീഷേപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ട്രംപിന് മുന്നേ ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇന്തോ അമേരിക്കൻ ബന്ധങ്ങൾ പോലെ ആയിരുന്നില്ല ട്രംപിന്റെ ഒന്നാമത്തെ കാലഘട്ടം. രണ്ടാം ഘട്ടത്തിൽ വരുമ്പോൾ അതിന്റെ രൂപം മാറി. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം അമേരിക്ക ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം പ്രഖ്യാപിച്ചതിനു ശേഷം പടിപടിയായി ഇന്ത്യ അമേരിക്കയോട് കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അമേരിക്കയുടെ ഒരു ജൂനിയർ പങ്കാളിയായി തന്ത്രപരമായി ഏഷ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ നേരിടുന്ന ആഭ്യന്തര സുരക്ഷാ ഭീഷണി ഏറ്റവും ശക്തമായത് ഭീകരവാദമാണ്. അപ്പോൾ ഭീകരവാദത്തിനെതിരായിട്ട് ഒരു ആഗോള സഖ്യം ഉണ്ടാകുന്നു, അതിൽ ഇന്ത്യ ശക്തമായി പങ്കെടുക്കുന്നു എന്നുള്ളതായിരുന്നു. ഇത് 2016 ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി ഇത് തന്ത്രപരമായ സഹകരണത്തിൽ നിന്ന് ഒരു സഖ്യത്തിന്റെ രൂപം കൈവരിക്കുകയുണ്ടായി. അപ്പോൾ ഈ ശീത യുദ്ധാനന്തര ലോകത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട, വളർന്നു വരാൻ സാധ്യതയുള്ള അമേരിക്കയുടെ ആധിപത്യത്തെ, ഹെജിമണിയെ ചെറുക്കാൻ കഴിയുന്ന സഖ്യം എന്ന് വിവരിക്കപ്പെട്ടതാണ് റിക് കൂട്ടായ്മ, റഷ്യ ഇന്ത്യ ചൈന കൂട്ടായ്മ. ആ കൂട്ടായ്മ മുന്നോട്ട് പോകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അനുദിനം വർദ്ധിച്ചു വന്ന കഴിഞ്ഞ 2 ദശാബ്ദത്തിനുള്ളിൽ ശക്തിപ്പെട്ട ഇന്തോ അമേരിക്കൻ ബന്ധങ്ങളും ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങളുമായിരുന്നു. അപ്പോൾ ഈ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് നമ്മളുടെ അയൽക്കാരെ മാറ്റാൻ സാധിക്കും, സുഹൃത്തുക്കളെ മാറ്റാൻ സാധിക്കും, പക്ഷെ അയൽക്കാരെ മാറ്റാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു പ്രമാണമാണ്. അപ്പോൾ റഷ്യയും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 3 രാജ്യങ്ങളും അയൽ രാജ്യങ്ങളാണ്. 1. 2, ഈ 3 രാജ്യങ്ങളും ആണവ ശക്തികളാണ്. ഈ 3 രാജ്യങ്ങൾ ഏറ്റവും അധികം ജനസംഖ്യയുള്ള, അന്ന് ചൈനയായിരുന്നു, ഇപ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം. ഇന്ത്യ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്, ചൈന 2ാമത്തെ സാമ്പത്തിക ശക്തിയാണ്, റഷ്യ 10ാം സ്ഥാനത്ത് നിൽക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് റഷ്യ. ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുണ്ട് ഈ 3 രാജ്യങ്ങൾ സഹകരിക്കാൻ തീരുമാനിച്ചാൽ. എന്നാൽ അത് യാഥാർത്ഥ്യമായില്ല. ഇന്ന് നമ്മൾ ഷാങ്ഹായ് കോർപ്പറേഷൻ കൗൺസിൽ, അത് ഷാങ്ഹായ് 5 എന്ന് പറഞ്ഞ 1996 ആരംഭിച്ച ഒരു സഹകരണ കൂട്ടായ്മയാണ്. അത് ഇന്ന് 10 സ്ഥിരാംഗങ്ങളും 2 ഒബ്സർവേഴ്സുമായിട്ട് വലിയ ഒരു തേർഡ് വേൾഡ് അഥവാ ഗ്ലോബൽ സൗത്തിന്റെ ഒരു പ്രാതിനിധ്യം അവകാശപ്പെടാവുന്ന ഒരു സംഘമായി വളർന്നു. അവിടേക്ക് നമ്മൾ എത്തുമ്പോൾ പഴയ റിക്, ഷാങ്ഹായ് കോർപ്പറേഷൻ കൗൺസിലിന്റെ കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ കേന്ദ്ര സ്ഥാനത്തേക്ക് ഇന്ത്യ ചൈന റഷ്യ സൗഹൃദം വരികയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇനി അങ്ങോട്ട് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനെ തന്നെ നയിക്കുന്നത് ഈ ത്രിമൂർത്തി സഖ്യം ആയിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിൻസെന്റ്, അത് ഈ ഒരു ത്രികക്ഷി സഖ്യത്തിന്, ആ കൂട്ടായ്മയ്ക്ക്, അതിന് മുന്നോട്ട് പോകാൻ ചൈനയും റഷ്യയും പലപ്പോഴും ആഗ്രഹിച്ചപ്പോഴും അതിനൊരു ഈ അമേരിക്കയുമായുള്ള ഈ ഒരു സഖ്യ സമാനമായ, അല്ലെങ്കിൽ ഒരു സഖ്യ രാജ്യമായി തന്നെ മാറിത്തീർന്ന ഇന്ത്യ അതിനോട് വിമുഖത കാട്ടി മാറി നിൽക്കുകയായിരുന്നില്ലേ? അങ്ങനെ ഉണ്ടായിരുന്നൊരു പൂർവ്വകാലം കൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാൻ പറഞ്ഞ അമേരിക്കൻ പക്ഷത്തേക്കുള്ള ചായ്വ് തുടങ്ങുന്നത് 2001 ശേഷമാണ്. ഇപ്പോൾ 2008 അന്ന് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റാണ് അധികാരത്തിലിരിക്കുന്നത്. അന്ന് 1-2-3 അഗ്രിമെന്റിൽ ഒപ്പിടുന്നു. അങ്ങനെ അമേരിക്കയുടെ UPA ഗവൺമെന്റിനുള്ള പിന്തുണ CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം പിൻവലിച്ച് പുറത്തേക്ക് പോകുന്നു. ആ സാഹചര്യത്തിൽ അന്ന് റഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന മെദ്വദേവ്, അന്ന് പുതിൻ റഷ്യയുടെ പ്രധാനമന്ത്രിയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 2 പുതിയ സുഹൃത്തുക്കളെക്കാൾ നിങ്ങൾക്ക് പഴയ ഒരു നല്ല സുഹൃത്തിനെ വിശ്വസിക്കാം എന്ന് പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ റഷ്യയുടെ ഏത് സന്ദർഭത്തിലും ഇന്ത്യക്ക് വിശ്വസിക്കാവുന്ന ഒരു സൗഹൃദമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുണ്ടായിരുന്നത്. ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായിരുന്നു. പിന്നെയാണല്ലോ റഷ്യ വരുന്നത്. സോവിയറ്റ് യൂണിയൻ ഇന്ത്യ സൗഹൃദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയന്റെ പിന്തുണയിലാണ് ഇന്ത്യ അതിജീവിച്ചത്. 1971 ഇന്ത്യക്കെതിരെ സൈന്യത്തെ അയച്ച രാജ്യമാണ് അമേരിക്ക. മാത്രമല്ല, പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ഉണ്ടായിട്ടുള്ള 4 യുദ്ധങ്ങളും പാകിസ്ഥാൻ അമേരിക്ക കൂട്ടുകെട്ടിനെതിരെ ഇന്ത്യ നടത്തിയ യുദ്ധമാണ്. കാരണം ആ യുദ്ധത്തിന്റെ എല്ലാം പിന്നിലല്ല, മുൻനിരയിൽ തന്നെ അമേരിക്കയുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം ഇന്ത്യക്ക് പിന്നിൽ അടിയുറച്ചു നിന്ന ഏക രാജ്യം റഷ്യയാണ്. അന്ന് അത്തരമൊരു പ്രസ്താവന റഷ്യയുടെ ഭാഗത്തു നിന്ന് വരാൻ കാരണം, അമേരിക്കയുടെ പക്ഷത്തേക്ക് ഇന്ത്യ പോകുന്നു, സൈനിക സഹകരണം പോലും റഷ്യയെ പിൻനിരയിൽ നിർത്തുന്നു എന്ന ഒരു ഫീലിംഗ് അന്ന് ഉണ്ടായതുകൊണ്ടാണ്. എന്നാൽ പിന്നീട് ഇന്ത്യ അത് ഒരു പരിധിവരെ കറക്റ്റ് ചെയ്തു.
ഇതുപോലെ തന്നെ ചൈനയുമായിട്ട് ഇന്ത്യക്ക് പല വിധത്തിലുള്ള സംഘർഷങ്ങളുണ്ട്. 1962 യുദ്ധത്തിന്റെ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. പക്ഷേ ചരിത്രത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ലല്ലോ. രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി ചൈന മാറി. ചൈനയും ഇന്ത്യയും തമ്മിൽ അതിർത്തി തർക്കങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ പല സ്ഥലത്തും അന്താരാഷ്ട്ര അതിർത്തികളില്ല. LAC ആണ്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ആണ്. അതും അന്താരാഷ്ട്ര അതിർത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ചർച്ചകളിലൂടെ തീർക്കേണ്ടുന്ന ഒത്തിരി അതിർത്തി പ്രശ്നങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ചൈനയുമായി പരമാവധി സഹകരിക്കുക എന്നത് അനിവാര്യമായിരുന്നു. എന്നാൽ ആ രൂപത്തിൽ വിയോജിക്കാവുന്ന മേഖലയിൽ, പ്രത്യേകിച്ച് അതിർത്തി തർക്കങ്ങളുടെ കാര്യത്തിലും ചൈനയുടെ ഒരു സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്ന വികാരമൊക്കെ ഇവിടെയുണ്ട്. അത്തരം ഘട്ടങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ സഹകരണത്തിന് അനന്ത സാധ്യതകൾ ഉണ്ടായിരുന്നു. അത് ഉപയോഗപ്പെടുത്തിയില്ല എന്നത് വാസ്തവമാണ്. അതാണ് താങ്കൾ സൂചിപ്പിച്ചത്. ആ കാര്യം 100% ശരിയാണ്. അവിടെ പക്ഷേ ചൈനയെ സഹകരണം മാറ്റിവെച്ചുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാൻ, അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ അമേരിക്കൻ സഖ്യത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതായിരുന്നു ഇന്ത്യൻ ഭരണ നേതൃത്വത്തിന്റെ ഒരു താല്പര്യം. അത് ഡൊണാൾഡ് ട്രംപും അതുപോലെ മോഡിയും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം പോലും, അവിടെ ഹൗഡി മോഡി, ഇവിടെ സലാം, ഇതെല്ലാം വരുന്ന സമയത്ത് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചൈനയും അല്ലെങ്കിൽ റഷ്യയോ അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്തിന്റെ തന്നെ താല്പര്യങ്ങൾ അവിടെ കപ്പുറത്തേക്ക് ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ അമേരിക്ക സഖ്യത്തിന് സഹകരണത്തിന് കഴിയും എന്നുള്ള ഒരു അതിര് കടന്ന ആത്മവിശ്വാസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ ശരിയായില്ല എന്നിപ്പോൾ നമ്മൾ തിരിച്ചറിയുകയും അത് കറക്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ഈ ചരിത്രത്തിൽ മാത്രമായി ജീവിക്കുന്നില്ല. അത് കറക്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു അവസരമാണ്. അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുന്നുണ്ട്. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതും രാജ്യത്തെ സംബന്ധിച്ചും രാജ്യത്തെ ഭരണകൂടത്തെ സംബന്ധിച്ചും നമ്മുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ടൊക്കെ ഇനി മുന്നോട്ട് പോകുന്തോറും കൂടുതൽ വിലയിരുത്തലുകൾ വേണ്ടതുകൂടിയാണ്. ഞാൻ താങ്കളിലേക്ക് വരികയും ചെയ്യാം. ഏതായാലും ഈ മോദി ട്രംപ് ചങ്ങാത്തം വന്നപ്പോൾ അതിൽ വലിയ ആരാധകരായി മാറിയ ഒരു രാജ്യമാണ് നമ്മുടേത്. അത് വാഴ്ത്തലുകളുടെ ഒരു വലിയ കാലം തന്നെയായിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള ഈ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഈ തിരിച്ചടികളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൊരു തിരിച്ചറിവാണ്, പാഠം പഠിക്കലാണ്. അവിടെയാണ് ഈ പുതിയ മാറ്റം വന്നിട്ടുള്ളത്. ഞാൻ ശ്രീ ജോർജ് ജോസഫിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സാമ്പത്തികപരമായ ഘടകങ്ങളും പ്രശ്നങ്ങളും കൂടി താങ്കളെപ്പോലൊരു സാമ്പത്തികകാര്യ മാധ്യമപ്രവർത്തകനിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ചില നിരീക്ഷണങ്ങളിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട വാണിജ്യ പങ്കാളിയായി നിൽക്കുന്ന അമേരിക്കയുമായിട്ടുണ്ടായിട്ടുള്ള ഈ സാമ്പത്തികമായ അസ്വാരസ്യങ്ങൾ, സാമ്പത്തിക ഘടനയിൽ വന്നിട്ടുള്ള വലിയ വിള്ളൽ എന്നത് പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അത് കണ്ടുകൊണ്ട് വേണ്ട നടപടികളിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല, അതിനെ നേരിടാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ല എന്ന നിരീക്ഷണം നമ്മുടെ രാജ്യത്ത് വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ചൈനയുമായി അടുക്കുമ്പോൾ അല്ലെങ്കിൽ ചൈനയുമായി സഹകരണം ശക്തമാക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഈ കയറ്റുമതിക്ക്, അമേരിക്കൻ കയറ്റുമതിക്കുണ്ടായിട്ടുള്ള വലിയ തിരിച്ചടിവിനെ ബാലൻസ് ചെയ്യാൻ കഴിയും. ക്രമാനുഗതമായി അല്ലെങ്കിൽ ക്രമേണ നമ്മൾക്ക് ആ ചൈനീസ് നിക്ഷേപങ്ങൾ കൂടുതൽ വരുന്നത് കൊണ്ട് മറികടക്കാനാകുമോ? അത് ആ നിലയിൽ സാധ്യതയാണോ? അത് താങ്കളുടെ ഒരു നിരീക്ഷണം അക്കാര്യത്തിൽ എന്താണ് എന്നുള്ളത്. ഇപ്പോൾ ചൈനയുമായുള്ള വ്യാപാര കമ്മി അത് വളരെ കൂടുതലാണ്, വളരെ വലുതാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചൊക്കെ. അതുപോലെ തന്നെ ഈ രാസവള ചില നിരീക്ഷണങ്ങൾ, ഇപ്പോൾ രാസവള നിർമ്മാണത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ, ഈ തുരങ്കം നിർമ്മാണം, നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ക്രെയിൻ പോലൊക്കെയുള്ള പുതിയ കാലത്തെ വളരെ പ്രധാനപ്പെട്ട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സങ്കേതങ്ങൾ നിർമ്മിക്കുന്ന ഒരു രാജ്യം ചൈനയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വലിയ തോതിലുള്ള കയറ്റുമതി നമ്മുടെ രാജ്യത്തേക്ക് വരാൻ പോകുന്നു, ആ ചൈനീസ് നിക്ഷേപം വരാൻ പോകുന്നു. അപ്പോൾ ഇതെല്ലാം വരുമ്പോഴേക്കും യഥാർത്ഥത്തിൽ മുമ്പുണ്ടായി കയറ്റുമതിയിലെ വലിയ ഇടിവ് അമേരിക്കയിലൂടെ സംഭവിക്കുന്നതിനെ കുറേയൊക്കെ മെല്ലെ മെല്ലെ ബാലൻസ് ചെയ്യാൻ കഴിയുമോ? എന്താണ് സാധ്യത? അല്ല ശരത്തെ, ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ആഴത്തിലൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പം നടന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റ് നമ്മളങ്ങനെ തിരിച്ചറിവെന്നോ അല്ലെങ്കിൽ അങ്ങനെ കാണേണ്ട ഒരു കാര്യമല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായിട്ട് ചൈനയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളൊരു ഇത് സ്വീകരിക്കാനേ പറ്റുള്ളൂ.
അതുകൊണ്ട് ചൈനയുമായിട്ടൊരു സ്ഥായിയായിട്ടുള്ള ഒരു സംഘപരിവാറിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു സംഘടന, BJP ഉള്ളൊരു പ്രസ്ഥാനം, RSS ഒരു കാരണവശാലും ചൈനയുമായി ചേർന്ന് കൊണ്ടുപോകുന്നൊരു സമീപനത്തെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഒരു നിൽക്കക്കള്ളിയില്ലാത്തൊരു സ്റ്റേജിലാണ് ഇതിലേക്ക് പോകുന്നത്. അത് നമുക്ക് കാരണം അല്ല, ഈ വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ ചൈനയുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായി ഉണ്ടാകില്ലേ ജോർജ് ജോസഫ്? ഈ ഒരു വിലയിരുത്തൽ സ്വാഭാവികമായും താങ്കൾ പറഞ്ഞതുപോലെ വലിയ സാധ്യതയാണ്. നിശ്ചയമായും തിരിച്ചറിവിന് അപ്പുറം ഒരു നിർബന്ധിതമായ അവസ്ഥയാണ്. സ്വാഭാവികമായും ചൈനീസ് ഭരണകൂടവും അത് കാണുന്നുണ്ടാവില്ലേ? പക്ഷേ ഈ അവസ്ഥയാണ്. അപ്പോൾ ഇത് വളരെ ജെനുവിനായി മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പര വിശ്വാസം വേണം, പരസ്പര സഹകരണം ഉണ്ടാകണം, അല്ലാതെ കാര്യമില്ലല്ലോ. അതിലേറ്റവും കൂടുതൽ റോള് വഹിക്കേണ്ട രാജ്യം ഇന്ത്യയായി മാറുന്നുമുണ്ടല്ലോ. അല്ല അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഈ ചൈനയുമായിട്ട് ഇന്ത്യ അകന്നു നിന്നപ്പോൾ, ഗൽവാൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ സംഘപരിവാർ ഹാൻഡിലുകൾ ചൈനയെ നിശിതമായി വിമർശിക്കുകയും ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, അതോടുകൂടി ചൈനയുടെ ഇക്കോണമി തകരും, ഇന്ത്യയാണ് അവരുടെ സാധനങ്ങളൊക്കെ കണ്ടമാനം വാങ്ങിക്കൂട്ടുന്നത്, നമ്മൾ ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ കഥ തീർന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെ ശക്തമായി നടന്നു. പക്ഷേ ഇപ്പോൾ നോക്കുക, അമേരിക്കയായിട്ട് ഈ പ്രശ്നം ഉണ്ടായിട്ട് സംഘപരിവാർ ഹാൻഡിലുകൾ എന്താണ് നിലപാട് സ്വീകരിക്കുന്നത്? അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആത്മാർത്ഥമായിട്ടുള്ളൊരു സംഭവം അവിടെ ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മളിപ്പോഴും എന്താ ചെയ്യണേ? ട്രേഡ് നെഗോഷിയേഷൻ സാധിക്കുമോ? അമേരിക്കയായിട്ട് ഇനിയും കൂടുതൽ അടുക്കാൻ പറ്റുമോ? ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കാര്യത്തിൽ ഇല്ല. അപ്പോൾ തീരുവകൾ ഒഴിവാക്കി തരാം, പരമാവധി കുറച്ചു തരാമെന്ന് എഗ്രി ചെയ്താണ്. പക്ഷെ സമയം കഴിഞ്ഞു. പക്ഷേ ഇന്ത്യയുടെ ട്രേഡ് നെഗോഷിയേറ്റേഴ്സ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവാം. അതല്ലേ ആ അർത്ഥത്തിൽ പറഞ്ഞത്. അപ്പോൾ അമേരിക്കയുമായി മാറുന്നുണ്ട്. കാരണം അത് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ സ്വഭാവം. ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ, ഇന്ത്യയിലെ മൂലധന ശക്തികൾ ചൈനയോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നവരല്ല. അത് അമേരിക്കയോട് ചേർന്ന് നിൽക്കാൻ, മുതലാളിത്ത രാജ്യങ്ങളോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ ഭരണകൂടത്തെ നയിക്കുന്ന കോർപ്പറേറ്റ് മൂലധന ശക്തികൾ. അതുകൊണ്ട് ഇപ്പോൾ ഒരു രക്ഷയില്ല, വേറെ മാർഗമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നു. അത് അവിടുത്തെ, ഞാൻ ആരാണെന്ന് ഓർക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം പറഞ്ഞു ബ്രാഹ്മണർ ഇത് ഇന്ന് വിറ്റ് ഇന്ത്യയിലെ ബ്രാഹ്മണർ നേട്ടം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ശരിക്കും അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നേട്ടം ഉണ്ടാക്കണ ആരാ? അംബാനിയും കൂട്ടരുമാണ്. അവരാണിത് ഈ ക്രൂഡിൻ്റെ ഇമ്പോർട്ടിൽ നിന്നും അവർ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളില്ലാന്ന് നമ്മൾ കാണാതെ പോരുത്. അപ്പോൾ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഭരണകൂടം, കോർപ്പറേറ്റ് ഭരണ അച്ചുതണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ചൈന ആഭിമുഖ്യത്തോടെയല്ല. RSS സംഘപരിവാർ ചൈനയോട് യാതൊരുവിധ ആഭിമുഖ്യവും പുലർത്തുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന സ്ഥലത്തെ അതിനിശ്ചിതമായി എല്ലാ അടിസ്ഥാനത്തിലും എതിർക്കുന്നവരാണ് അവർ. അതുകൊണ്ട് ആ നിലപാട് അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ മാറ്റം ഉണ്ടാവുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഈ വേറെ ഏതെങ്കിലും രീതിയിലൊരു ചായവിലേക്ക് പോവാതിരിക്കാൻ പറ്റില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് ചൈനയിലേക്ക് പോകുന്നത്. ഇനി ഞാൻ ശ്രീ ജോർജ് ജോസഫിലേക്ക് വരാം, താങ്കളിലേക്ക് വരാം. താങ്കളുടെ കോളും കട്ടായിട്ടുണ്ട്. ഇവിടെ ശ്രീ ഡോക്ടർ ജോസഫ് ആൻ്റണി, ഇപ്പോൾ ചൈനീസ് നിക്ഷേപങ്ങൾ രാജ്യത്തേക്ക് കൂടുതലായി വരേണ്ടതുണ്ട് എന്ന് ഇപ്പോൾ മോദി സർക്കാർ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിൽ കാര്യങ്ങൾ നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ നിരോധിച്ച ചൈനീസ് ആപ്പുകൾ, അവയൊക്കെ ആ നിരോധനമൊക്കെ വേഗത്തിൽ മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയാണോ? തീരുമാനങ്ങൾ വേഗത്തിൽ എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും പുതിയ അവസ്ഥ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വരുന്ന ഹിന്ദിയിലും മറ്റുമുള്ള വെബ് സീരീസൊക്കെ നോക്കിയാൽ അതിൻ്റെയൊക്കെ ഉള്ളടക്കത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ചൈന വിരോധമാണ്, അല്ലെങ്കിൽ ചൈനയെ ശത്രുപക്ഷത്ത് നിർത്തുന്ന വിധത്തിലേക്കുള്ള നിരവധി. ഞാനൊരു ഉദാഹരണം, ഇപ്പോൾ ഏത് മേഖലയിലേക്ക് പോയാലും മുമ്പ് പറഞ്ഞ പോലെ രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ താല്പര്യം പ്രകടമാകും വിധത്തിലാണ് ചൈനയെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നിശ്ചയമായും അതിർത്തിയിലെ സംഘർഷങ്ങൾ, നമ്മുടെ സൈനികർ വീരമൃത്യു വരിച്ച അനുഭവങ്ങളും പ്രശ്നങ്ങളും രാജ്യത്ത് നിൽക്കുന്നുണ്ട്. അതിർത്തി പ്രശ്നങ്ങളുണ്ട്. അതിൽ ശാശ്വതമായ കാതലായ മാറ്റവും പരിഹാരവും ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ നേരത്തെ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ രാജ്യത്തെ സംഘ്പരിവാർ ചൈനയെ ഒരു തരത്തിലും അക്കോമഡേറ്റ് ചെയ്യാനോ ഉൾക്കൊള്ളാനോ കഴിയാതെ നിൽക്കുകയാണ് എങ്കിൽ ഇതൊരു താൽക്കാലികമായിട്ടുള്ളൊരു നിർബന്ധിത അവസ്ഥയാണ്. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. കാരണം ഇതിനേക്കാൾ നന്നായി മനസ്സിലാകുന്നവരാണ് ചൈന, മറുഭാഗത്ത് റഷ്യ. അവർ രണ്ടു കൂട്ടരും ഈ ത്രികക്ഷി സഖ്യത്തിൽ ഇന്ത്യയുടെ ശരിയായ പെർഫോമൻസ്, ശരിയായ ഇടപെടൽ, സുതാര്യമായ ഇടപെടൽ, ഡെമോക്രാറ്റിക്കായ ഇടപെടൽ, സത്യസന്ധമായ ഇടപെടൽ, അത് അവർ നിരീക്ഷിക്കുന്നുണ്ടാവില്ലേ?
അത് അവർക്കും ബോധ്യപ്പെടേണ്ടതില്ലേ? നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ, അതായത് ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ വിദേശ നയത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട മാറ്റം ഞാൻ പറഞ്ഞത് അമേരിക്കയുമായിട്ട് കൂടുതൽ അടുക്കുന്നതാണ്. അമേരിക്കയുമായിട്ട് കൂടുതൽ അടുത്തതിൻ്റെ രണ്ടാമത്തെ കാരണം ഈ കമ്മ്യൂണിസ്റ്റ് വിരോധമെന്നോ ചൈന വിരോധമെന്നോ ഒക്കെ പറയുന്ന ഈ BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രപരമായ നിലപാടാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇവിടെ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ വരെ കണ്ടതുപോലെ ഏതെല്ലാം തരത്തിൽ ചൈനയെ എതിർക്കാമോ അതെല്ലാം തരത്തിൽ ചൈനയെ പരിഹസിക്കാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് സംഘപരിവാർ പ്രസ്ഥാനം. അപ്പോൾ ആ ഒരു പ്രത്യയശാസ്ത്രപരമായ നിലപാട് ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ ചൈനയിൽ നിന്ന് ക്രമേണ അകലാൻ ശ്രമിക്കുകയും പിന്നെ അതുപോലെ തന്നെ അമേരിക്കയിലേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഗാൽവൻ സംഭവത്തിന് ശേഷം ഇവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവം, അതോടുകൂടിയിട്ട് ഒരു ചൈന വിരുദ്ധ വികാരം ആളിക്കത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ നമ്മുടെ വിദേശ നയത്തിൽ ഉണ്ടായ ഒരു വലിയ അപകടമെന്ന് പറയുന്നത്, ഈ വിദേശ നയ കാര്യങ്ങൾ എങ്ങനെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ നമുക്ക് നേട്ടമുണ്ടാക്കാം എന്ന ഒരു ചിന്ത കൊണ്ടുവന്നത് ഈ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. ഈ എല്ലാ വിദേശ നയ കാര്യങ്ങളും അതുകൊണ്ട് നമുക്ക് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എങ്ങനെ നേട്ടമുണ്ടാക്കാം എന്ന് ചിന്തിച്ചതിൻ്റെ കൂടി ഫലമാണ് നമ്മുടെ ഈ അയൽ രാജ്യങ്ങളായിട്ടുള്ള ഒരു അയൽ രാജ്യവും നമ്മുടെ കൂടെ ഇല്ലല്ലോ. പാകിസ്ഥാനില്ല, അഫ്ഗാനിസ്ഥാനില്ല, നേപ്പാളില്ല, ശ്രീലങ്കയില്ല, മാലദ്വീപില്ല. ഈ രാജ്യങ്ങളൊന്നും തന്നെ നമ്മുടെ കൂടെ ഇല്ലാത്തതിൻ്റെ കാരണം നമ്മുടെ വിദേശ നയത്തിൽ നമ്മുടെ ആ വിദേശ നയത്തെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര പ്രത്യയശാസ്ത്രം കൂടി നടപ്പിലാക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഉണ്ടായത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചൈനയുമായിട്ടുള്ള പ്രശ്നത്തിലും ഈ ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ അമേരിക്കയുമായിട്ട് കൂടുതൽ അടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നത്. അവിടെ നമുക്ക് പറ്റിയൊരു അബദ്ധം, ശ്രീ വിൻസെൻ്റ് സൂചിപ്പിച്ചതുപോലെ ഈ വിദേശ നയത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്നുള്ളത്, ഈ ഒരു രാജ്യത്തെയും പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം, ഈ ഒരു രാജ്യത്തെ പൂർണ്ണമായും വിശ്വസിച്ച് നമ്മളെ അവരങ്ങ് രക്ഷിച്ചുകൊള്ളും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അപകടകരവും അബദ്ധവുമായിട്ടുള്ള വേറൊരു കാര്യമില്ല. നമ്മൾ പറയാറുണ്ട്, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനം, ഈ നിത്യമായ ശത്രുക്കളുമില്ല, നിത്യമായ മിത്രങ്ങളുമില്ല, ഉള്ളത് നിത്യമായ താല്പര്യങ്ങൾ മാത്രമാണ്. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്, ഈ ചൈന എന്ന് പറയുന്ന രാജ്യം നമ്മുടെ അയൽരാജ്യമാണ്. ഈ ശത്രുതയെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരം എത്ര കോടിയാണ്? രണ്ടാമത്തെ ഇന്ത്യ, ചില സമയത്ത് ഇന്ത്യ ഒന്നാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യയുടെ, ഇപ്പോൾ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയാണ്. ഇത്രമാത്രം വ്യാപാരം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യയും ചൈനയും. അത് തന്നെ നമുക്കറിയാം. നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരത്തിൽ ഏതാണ്ട് $100 ബില്യൺ വ്യാപാര കമ്മി ഇന്ത്യക്കുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതൊരു വലിയ അതിമഹത്തായ പ്രശ്നമല്ല. ഈ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര കമ്മി, അമേരിക്കയ്ക്ക് വ്യാപാര കമ്മി $300 ബില്യൺ. ഇപ്പോൾ ഈ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാരം നടക്കുന്നുണ്ട്, ഇന്ത്യയും ചൈനയും തമ്മിൽ വ്യാപാരം നടക്കുന്നുണ്ട്. നമ്മൾ നോക്കൂ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ തരത്തിൽ ട്രംപിൻ്റെ താരിഫ് വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ വ്യവസായികളുടെ സംഘടന, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്, ചേംബർ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, നീതി ആയോഗ്, അതുപോലെ തന്നെ 2024 നമ്മുടെ പുറപ്പെടുവിച്ച ഇക്കണോമിക് സർവേ റിപ്പോർട്ട്, ഇതെല്ലാം പറഞ്ഞ എന്താ കാര്യം? നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വ്യവസായ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതം ചൈനയിൽ നിന്നുള്ള ടെക്നോളജിയും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയുമാണ്. ആ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയും ടെക്നോളജിയും ഇല്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അങ്ങനെ അതായത് ഇതെല്ലാം ഈ റിപ്പോർട്ടുകളും ഈ പറഞ്ഞ ചേംബർ ഓഫ് ഇന്ത്യൻ കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസും CII എല്ലാം നിരന്തരമായി പറഞ്ഞു, നമുക്ക് അവരുടെ ടെക്നോളജി വേണം, നമുക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. നമ്മളിവിടെ എന്താ ചെയ്തത്? ഗാൽവൻ സംഭവത്തിന് ശേഷം അവരുടെ ആപ്പുകളെല്ലാം നിരോധിച്ചു, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം നിരോധിച്ചു, അവരുടെ ബാക്കിയുള്ള പല ഇങ്ങോട്ടുള്ള ഇറക്കുമതി നിരോധിച്ചു. നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മൾ നോക്കൂ, ഇന്ത്യ പറയുന്നുണ്ട് ഞങ്ങൾ ലോകത്തിൻ്റെ ഫാർമസിയാണ്, ഇന്ത്യ ലോകത്തിൻ്റെ ഫാർമസിയാണ്, ലോകത്തിന് എല്ലാം ആവശ്യമുള്ള മരുന്നുകളെല്ലാം കൊടുക്കുന്നത് ഇന്ത്യയാണ്. ശരിയാണ്, വസ്തുതയാണ്. എന്നാൽ ഇന്ത്യക്ക് എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇന്ത്യക്ക് സാധ്യമാകുന്നത് ഈ മരുന്ന് നിർമ്മിക്കുന്നതിനാവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവായ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന 70% ഇറക്കുമതി ചെയ്യുന്ന എവിടുന്ന?
ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. ആ ചൈന, അത് ഞാൻ പറഞ്ഞ ഈ ചൈനയിൽ നിന്നുള്ള ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് അഥവാ API ചൈനയിൽ നിന്ന് ഇന്ത്യയിൽ വന്നില്ലെങ്കിൽ ഈ ഗ്ലോബൽ ഫാർമസി ഇല്ല. പിന്നെ അപ്പം നമ്മുടെ ഇലക്ട്രോണിക്സ്, നമ്മുടെ ഇവിടെ വരുന്ന ലാപ്ടോപ്പുകൾ, നമ്മുടെ ഇവിടെ വരുന്ന മൊബൈൽ ഫോണുകൾ, നമ്മുടെ ഇവിടെ വരുന്ന ബാക്കിയുള്ള ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കളിപ്പാവകൾ, ഫർണിച്ചറുകൾ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇല്ലാത്ത ഏത് മേഖലയുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ എന്ന് പറയാൻ അർത്ഥം എന്താ, നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന സംഗതികളാണ് അവിടുന്ന് വരുന്നത്. അവയെല്ലാം നിരോധിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അമേരിക്കയ്ക്ക് ഇതിനെ പകരം വയ്ക്കാൻ കഴിയുമോ? അമേരിക്കയ്ക്ക് പകരം വയ്ക്കാൻ കഴിയത്തില്ലെന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ അമേരിക്ക തന്നെ ചൈനയിൽ നിന്ന് ഇത്രയധികം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന് പറയുന്ന ചൈനയിലെ ജനങ്ങൾ പോലും ഏറ്റവും അധികം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ചൈനയിൽ നിന്നാണ്. എന്ന് പറയാൻ അർത്ഥം എന്താ, നമ്മൾ ഇന്ത്യയും ചൈനയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുപാട് പാരസ്പര്യമുണ്ട്. അവർക്ക് നമ്മളെ വേണം, നമ്മൾക്ക് അവരെയും വേണം എന്ന് മാത്രമാണോ? ഈ ചൈന എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ഈ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായ നമ്മളെ ഇപ്പോഴും പല മേഖലകളിൽ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന, സഹകരിക്കുന്ന ഈ രാജ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുക? അങ്ങനെ മുന്നോട്ട് പോയതിൻ്റെ അല്ലെങ്കിൽ ശത്രുതാപരമായ നിലപാടെടുത്തതിൻ്റെ ഫലമായിട്ടല്ലേ ഈ പറഞ്ഞ സംഘർഷം ഉണ്ടായത്? നമുക്കറിയാമല്ലോ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ മുച്ചൂടും തകർത്തു അമേരിക്ക. എന്നാൽ ഇന്ന് ജപ്പാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നമ്മളിപ്പോൾ ഈ കൂടെ 1962 യുദ്ധം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു കഥയുമില്ലാത്ത കാര്യമാണ്. ഈ പിന്നെ നൂറുകണക്കിന് വർഷങ്ങൾ യുദ്ധം ചെയ്ത യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ ഒന്നായിട്ട് നിൽക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ കോടിക്കണക്കിന് ആളുകളെ കൊന്നു തള്ളിയ അമേരിക്കയും ജപ്പാനും തമ്മിൽ സൗഹൃദത്തിൽ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ 1962 2 മാസം നീണ്ടുന്ന ഒരു യുദ്ധത്തിൻ്റെ പേരിൽ നമ്മുടെ ശത്രുവാണ് എന്ന് പറയുന്നതിനേക്കാൾ വിഡിതം വേറെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ലോകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട, അമേരിക്കയും ചൈനയുമാണ് ഏറ്റവും വലിയ ശത്രുതയുള്ള രാജ്യങ്ങൾ. അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ വലിയ കമ്മി നിലനിൽക്കുന്നുണ്ട്. ദക്ഷിണ ചൈന കടലിൻ്റെ കാര്യത്തിൽ വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. തായ്വാൻ്റെ നിലപാടിൽ വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. മനുഷ്യാവകാശ പ്രശ്നങ്ങളുടെ, തിബറ്റിലെയും സിൻജിയാങ്ങിലെയും മനുഷ്യാവകാശ പ്രശ്നങ്ങളുടെ പേരിൽ വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ സാങ്കേതിക രംഗത്ത് വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. അവർക്ക് ഈ സെമി കണ്ടക്ടർ ഉൽപ്പന്നങ്ങൾ കൊടുക്കരുതെന്ന് പറയുന്നുണ്ട്. ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും അതിന് തടയുന്നുണ്ട്. എന്തെല്ലാം ചിപ്പ് ആക്ട് വരെ പാസ്സാക്കി. അതായത് ഏതെല്ലാം തരത്തിൽ ചൈനയെ ബുദ്ധിമുട്ടിക്കാവോ എന്ന് അമേരിക്ക ചിന്തിക്കുമ്പോൾ തന്നെ ചൈനയും അമേരിക്കയും തമ്മിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ഈ ജിങ്കോയിസ്റ്റിക് ആയിട്ട് ഈ ചൈന 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഒരു അർത്ഥവുമില്ല. വാസ്തവത്തിൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്, ചൈനയുമായി തർക്കമുണ്ട്, അതിർത്തി തർക്കമുണ്ട്, പാകിസ്ഥാൻ്റെ കാര്യത്തിൽ തർക്കമുണ്ട്, ബെൽറ്റ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ കാര്യത്തിൽ തർക്കമുണ്ട്, വ്യാപാര കാര്യങ്ങളിൽ തർക്കമുണ്ട്. ഈ തർക്കങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ്. ലോകത്തിലെ ഏത് രാജ്യങ്ങൾ തമ്മിലാണ് തർക്കമില്ലാത്തത്? നമ്മൾ ചെയ്യേണ്ടത്, ഡിപ്ലോമസി ചെയ്യേണ്ടത് എന്താണ്? ഈ തർക്കങ്ങൾ നിലനിൽക്കവേ തന്നെ നമുക്ക് ഏതെല്ലാം മേഖലകളിൽ സഹകരിക്കാമോ ആ മേഖലകളിലെല്ലാം സഹകരിക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ 1988 ഡെങ് സിയാപിങ്ങിനെ സന്ദർശിക്കാൻ രാജീവ് ഗാന്ധി പോയല്ലോ. അന്ന് തൊട്ടാണല്ലോ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരാൻ തുടങ്ങി. അവർ പറഞ്ഞെന്താണ്, നമ്മൾ തമ്മിൽ അതിർത്തി തർക്കമായിട്ട് ഒരു പ്രശ്നമുണ്ട്. ആ അതിർത്തി തർക്കം നമ്മൾ രണ്ടുപേരും ഉണ്ടാക്കിയതല്ല, ഈ കൊളോണിയലിസം ഉണ്ടാക്കി വെച്ചതാണ്. 1913-14 വർഷം ഒരു മക്മഹൻ എന്ന് പറയുന്ന ആൾ ഒരു മാപ്പ് എടുത്ത് വെച്ച് വരച്ച് എഴുതി ഉണ്ടാക്കിയ ഒരു മാപ്പിനെ തുടർന്നാണ് ഈ സംഘർഷം എല്ലാം ഉണ്ടായത്. ഇന്ത്യയും ചൈനയും തമ്മിൽ 5000 വർഷത്തെ സൗഹൃദത്തിൻ്റെ ചരിത്രമുണ്ട്. ഈ 1962 മുമ്പ് ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള അത്രയും ശക്തമായി നിലനിൽക്കുന്ന നമ്മുടെ ബുദ്ധമതം പോലെയുള്ള മതം ഇന്ത്യയിൽ നിന്ന് പോയതാണ്. ടാഗോർ അവിടെ പോയിട്ടുണ്ട്. ടാഗോറൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ജ്യേഷ്ഠൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന രാജ്യം വന്നിരിക്കുന്നു എന്നാണ് ചൈനക്കാർ പറഞ്ഞത്. അപ്പോൾ ആ മാതിരി സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള ബന്ധം നിലനിന്ന രണ്ട് രാജ്യങ്ങളാണിത്. ഈ 1962 യുദ്ധത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ, അതിർത്തി തർക്കങ്ങളും മറ്റു പ്രശ്നങ്ങളും പരസ്പരം ഇല്ലാത്ത രാജ്യങ്ങളില്ല. ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ മറന്നുപോയ ഒരു കാര്യം, ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ രക്ഷപ്പെടുത്തുമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ മൗഢ്യമില്ല. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കും തന്നെ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് സഹകരിക്കാവുന്ന മേഖലകളിൽ എല്ലാം സഹകരിക്കാൻ നമ്മൾ തിരിഞ്ഞിരുന്നെങ്കിൽ ഈ ട്രംപ് ഈ പറഞ്ഞ തരത്തിലുള്ള നടപടിയെടുക്കുമായിരുന്നില്ല. കാരണം ട്രംപിന്റെ മുഖത്ത് ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. 2018 ഇറാൻ ആണവ കരാറിൽ നിന്ന് ട്രംപ് പിന്മാറി. ആ ഇറാൻ ആണവ കരാറിൽ നിന്ന് ട്രംപ് പിന്മാറിയപ്പോൾ ട്രംപ് ഇന്ത്യയോട് പറഞ്ഞു, നിങ്ങൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് നിർത്തണമെന്ന് പറഞ്ഞു. ട്രംപ് പറഞ്ഞ മാത്രയിൽ നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത് നിർത്തി. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കരുതെന്ന് അമേരിക്ക പറഞ്ഞാൽ ഇന്ത്യ വാങ്ങിയില്ല എന്ന് കരുതിയത് കൊണ്ട്, അതായത് പണ്ട് നമ്മൾ അങ്ങനെ നിർത്തിയ ചരിത്രമുണ്ട്.
അതുകൊണ്ടാണ് നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ നമ്മളിപ്പോൾ അതിനെ ധിക്കരിച്ചപ്പോൾ അദ്ദേഹത്തിന് നിലതെറ്റിപ്പോയി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, അമേരിക്കയുടെ പരിപാടികളൊന്നും വിജയിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞ്. അപ്പം എല്ലാ നിലപാടുകളും അട്ടിമറിക്കപ്പെട്ട ട്രംപ് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം. റൈറ്റ്. ഡോക്ടർ പി ജെ വിൻസെൻ്റ്, ഇന്നിപ്പോൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കോർത്തിണക്കി ഒരു പത്രം ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ തയ്യാറാക്കിയപ്പോൾ കൊടുത്തൊരു തലക്കെട്ട് ചാരുന്നേ ഉള്ളൂ ഇന്ത്യ ചായുന്നില്ല. താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ, ചാരുന്നേ ഉള്ളൂ ഇന്ത്യ ചായുന്നില്ല. ഈ ഒരു ശക്തമായ ത്രികക്ഷി സഖ്യത്തിൽ നിന്ന് ചൈന, റഷ്യ, ഇന്ത്യ ത്രികക്ഷി സഖ്യത്തിൽ നിന്ന് ഇന്ത്യക്ക് ഇങ്ങനെ ചായാതെ ചാരി മാത്രം നിന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് ഉപായത്തിൽ പരിഹാരം കണ്ടെത്താം എന്ന് കരുതാനാവുമോ? പ്രശ്നം വളരെ സങ്കീർണമാണ്. 2016 അമേരിക്ക ചൈനയ്ക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചല്ലോ. അപ്പം അന്ന് ഇന്ത്യ സന്തോഷിച്ചു, ഒരുപക്ഷെ ആ സൗഹൃദത്തിന്റെ ബലത്തിൽ ഇന്ത്യക്ക് രക്ഷപ്പെട്ടു പോകാമെന്ന് എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇന്ത്യക്കെതിരെയും അവർ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചു. 50%, 25% പകരച്ചുങ്കവും 25% ശിക്ഷാ ചുങ്കവുമായിട്ട് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുകയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇനിയിപ്പോൾ ഒരു സഖ്യമായി രൂപപ്പെടുമോ എന്നതിനേക്കാൾ ഇന്ത്യക്ക് ചൈനയെ ഇന്നത്തെ നിലയ്ക്ക് ഇന്ത്യ ചൈന ബന്ധം വളരെ അനിവാര്യമാണ്. അതിനർത്ഥം ഇന്ത്യ ചൈനയെ ചായിരുന്നോ ചൈന ഇന്ത്യയെ ചായിരുന്നോ എന്നുള്ളതല്ല, ഇരു രാജ്യങ്ങൾക്കും തമ്മിൽ പരസ്പരം സൗഹൃദത്തിൽ വ്യാപാര മേഖലയിൽ മറ്റ് തന്ത്രപരമായ തരത്തിലുള്ള സൗഹൃദം വളർത്തേണ്ടത് ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ അനിവാര്യമാണ്, ആവശ്യമാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധയൂന്നേണ്ട കാര്യം. 1950കളിൽ ഇന്ത്യ ചൈന ഭായ് എന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഹൃദ്യമായ സഹകരണം മാത്രമായിരുന്നില്ല, രണ്ട് ജനതകൾ തമ്മിലുള്ള സഹകരണം കൂടിയായിരുന്നു. അപ്പോൾ അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ആ സൗഹൃദ ബന്ധം 62ഓടുകൂടി മുറിഞ്ഞുപോയി, തകർന്നുപോയി. അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ ഒരു പ്രയാസവുമുള്ള കാര്യമല്ല. കാരണം സാംസ്കാരികമായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് ജനതയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അത്തരത്തിലുള്ള ഒരു ബന്ധമില്ല. സാംസ്കാരികമായി ഇന്ത്യ ഒരു സൂപ്പർ പവറാണ്, കൾച്ചറൽ സൂപ്പർ പവറാണ്. ഇന്ത്യ ചൈന സാംസ്കാരിക ബന്ധങ്ങൾക്ക് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. അതുകൊണ്ട് ഈ സഹകരണം തീർച്ചയായിട്ടും ഇന്ത്യക്ക് എത്രമാത്രം അനിവാര്യമാണോ അത്ര തന്നെ ചൈനയ്ക്കും അനിവാര്യമാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളോട് മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൽ ഇന്ത്യ എന്തുകൊണ്ട് മാറി നിന്നു എന്നുള്ളതിന്റെ ഉത്തരം കൃത്യമായി കിട്ടി. അത് ചൈനീസ് ഭാഗത്തു നിന്ന് പോസിറ്റീവായ റെസ്പോൺസ് ഉണ്ടായി. കാരണം ഈ ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ ഭീകരതയുടെ പ്രഭവ കേന്ദ്രം എന്ന് പറഞ്ഞ് അമേരിക്ക കൈയൊഴിഞ്ഞ നിമിഷം മുതൽ പാകിസ്ഥാനെ ചൈന ഏറ്റെടുക്കുകയും ചൈന പാകിസ്ഥാൻ സഹകരണം എന്നത് സമസ്ത തലസ്പർശിയായി മാറുകയും ചെയ്തപ്പോൾ ഇന്ത്യ വലിയ തോതിൽ പ്രതിസന്ധിയിലായി എന്നുകൂടി നമ്മൾ കാണണം. അത് മാത്രമല്ല, കഴിഞ്ഞ ഭീകരാക്രമണം ഉണ്ടായ പഹൽഗാം, അതേ ചൈനയല്ലേ ഇപ്പോൾ പഹൽഗാം വലിയൊരു ഭീകരാക്രമണം നേരിട്ട രാജ്യം, ഓപ്പറേഷൻ സിന്ദൂറിനെ നയിച്ച രാജ്യം എന്ന നിലയിൽ അതിനുശേഷം വരുന്ന ഇന്ത്യക്കൊരു വലിയ പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്, സഹകരണം ശക്തമാക്കാൻ സന്നദ്ധമാകുന്നത്? പറയട്ടെ, കഴിഞ്ഞ 3 മാസം മുമ്പ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ വിദേശ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ ഈ പഹൽഗാം ആക്രമണത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം പാസാക്കാൻ ചൈന വിസമ്മതിച്ചു. അല്ല ശ്രീ വിൻസെന്റ്, അതൊരു ഇപ്പോൾ ഈ ത്രികക്ഷി സഖ്യത്തിലേക്ക് ശക്തമായി അണിചേരാനുള്ള ഇന്ത്യയുടെ വിമുഖത എന്നൊരു പ്രശ്നം നമ്മുടെ രാജ്യത്തിന്റെ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടില്ലേ? അല്ലല്ല, അങ്ങനെയല്ല നമ്മളതിനെ കാണേണ്ടത്. അന്ന് ചൈന അത്തരം ഒരു നിലപാടെടുത്തു. കാരണം എന്താ വെച്ചാൽ ഇന്ത്യ നടന്ന ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ സമ്മേളനം പാസാക്കിയ പ്രമേയത്തിൽ പഹൽഗാം ആക്രമണത്തെ വിമർശിച്ചിട്ടുണ്ട്, ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ശരത്, താങ്കൾ സൂചിപ്പിച്ചത് വളരെ കറക്റ്റാണ്. ഞാൻ പറയുന്നത് ഈ 3 മാസം മുമ്പ് ചൈന അത്തരം നിലപാടെടുക്കാൻ കാരണം എന്താ? വളരെ ശക്തമായി നിലനിൽക്കുന്ന ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അത് തന്നെയാണ് പറഞ്ഞത്. അത് ഈ സഖ്യത്തിലേക്ക് ശക്തമായി വരാൻ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായിരുന്നില്ല ഇന്ത്യ രാജ്യം, അല്ലെങ്കിൽ നമ്മുടെ വിദേശ നയം.
അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരി, ശരി. ഈ ഭീകരത സംബന്ധിച്ചുള്ള വിഷയത്തിൽ ചൈനയും അതിന്റെ നിലപാടിൽ മാറ്റി എന്നുള്ളതാണ് നമ്മൾ Okay, കാണുന്നത്. right, right. അപ്പൊ അത് രണ്ടും കൂടി ചേരും. ഞാൻ പറയുന്നത് ഇത്തരത്തിലൊരു പരസ്പരം അറിഞ്ഞുകൊണ്ട് Okay, yes, സമയം, പരസ്പര സഹകരണത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം ഇരു രാജ്യങ്ങൾ രൂപപ്പെടുന്നു. ശരി, ആ, ഓക്കെ, അത് ഓക്കെ, ക്ലിയർ ആണ്. ഞാൻ വ്യക്തമായി നമ്മുടെ മുന്നോട്ട് സമയത്തിനകത്തുകൂടി ഒന്ന് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ശ്രീ ജോസഫ് ആന്റണി, ഈ പോയിന്റിൽ താങ്കളുടെ കാഴ്ചപ്പാട് ഒന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. വളരെ ചുരുക്കി. ഞാൻ ശ്രീ ജോർജ് ജോസഫിലേക്ക് വരാം. ഈ പഹൽഗാം വിഷയമാണോ? അതെ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 3 മാസം മുമ്പുണ്ടായിരുന്നൊരു മനോഭാവം എന്താണ് ഇപ്പോഴത്തെ മനോഭാവത്തിലെ മാറ്റം? താങ്കളതിൽ ഇടപെട്ട് സംസാരിച്ചു. നേരത്തെ ശ്രീ വിൻസെന്റ് പറഞ്ഞ കോൺടാക്ട് അല്ല, വാസ്തവത്തിൽ ഇന്ത്യ ചൈന ബന്ധങ്ങൾ ഈ കഴിഞ്ഞ വർഷം ഈ ഖസാനിൽ നടന്ന ബ്രിക്സ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് തന്നെ മാറാൻ തുടങ്ങിയിരുന്നു. അതായത് കാര്യങ്ങൾ മാറുന്നു എന്ന് ഇന്ത്യയും പിന്നെ ചൈനയും കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ടാണ് അവർ പരസ്പരം വിമാന സർവീസ് നേരിട്ട് തുടങ്ങാൻ തീരുമാനിക്കുന്നു, അതിർത്തി ചർച്ച ശക്തമാക്കി കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു, പിന്നെ എന്താണ് വ്യാപാര കമ്മിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നു. ഈ മാതിരിയുള്ള മുഴുവൻ കാര്യങ്ങളിലും പരസ്പരം വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ പ്രശ്നങ്ങളെ നേരിടാനാണ് തീരുമാനിക്കുന്നത് എന്ന് മാത്രമല്ല, വളരെ ചുരുക്കി ഈ വലിയ സഹകരണത്തിൽ നിന്ന് അതിർത്തിയിലെ പ്രശ്നം, അതിർത്തിയിലെ സംഘർഷം, അതിനൊരു കാതലായ പരിഹാരം എന്നതിലേക്ക് ഇരു രാജ്യങ്ങൾക്കും പോകേണ്ടതായി വരില്ലേ? പോകാൻ കഴിയുമോ? ഈ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ 24ാം സമ്മേളനം കഴിഞ്ഞ മാസം നടന്നല്ലോ. ആ സമ്മേളനത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനം 2 സമിതികളെ, അതായത് സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ സമ്മേളനം തീരുമാനിച്ചത് 2 സമിതികളെ തീരുമാനിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അതിർത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ടുള്ള തീരുമാനം വന്നിട്ടുണ്ട്. അത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ശരി, ഞാൻ ശ്രീ ജോർജ് ജോസഫിലേക്ക് കൂടി. ജോർജ് ജോസഫ്, ഏതായാലും ഈ കയറ്റുമതി രംഗത്തുണ്ടായ ഒരു തിരിച്ചടിവ്, ലക്ഷക്കണക്കായ കോടി രൂപയുടെ നഷ്ടമാണ് രാജ്യത്തിന് ആ നിലയിൽ ലഭിക്കേണ്ടതായ ഒരു വലിയ നഷ്ടം സംഭവിക്കുകയാണ്. അത് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കാവുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്നതുണ്ടോ? അങ്ങനൊരു ഗൗരവമായ പ്രശ്നം രാജ്യം അഭിമുഖീകരിക്കാൻ പോകുന്നുണ്ടോ? അവിടെ ഈ ബദൽ വ്യാപാര സാധ്യതകൾ പ്രധാനപ്പെട്ടതാണോ? വളരെ ചുരുക്കി. തീർച്ചയായിട്ടും അത് വലിയ ഒരു പ്രതിസന്ധി, ഈ പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. കാരണം അമേരിക്കയിൽ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ നല്ലൊരു ഭാഗം കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട്. അതായത് സമുദ്രോൽപ്പന്നങ്ങൾ, സ്പൈസസ് അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ നേരിട്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അത് ഒരു വ്യാപാര നഷ്ടം ഉണ്ടാകുന്നു. ഒരു രാജ്യത്തേക്ക് കയറ്റുമതി കുറയുമ്പോൾ അതിനെ നമുക്ക് പെട്ടെന്ന് പരിഹരിച്ച് വേറൊരു മാർക്കറ്റ് കണ്ടെത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇവിടെ കാണേണ്ട ഒരു കാര്യം സ്ഥലത്ത് ഇന്ത്യയുടെ സ്വാഭാവികമായ വിദേശ രംഗത്തും വ്യാപാര രംഗത്തുമൊക്കെ ഇന്ത്യയുടെ സ്വാഭാവികമായ പങ്കാളിയാണ് ചൈന. അത് ഇരു ജനതകൾക്കും സമാനമായിട്ടുള്ള രീതികളുണ്ട്, അവരുടെ സംസ്കാരം ഒരുപോലെയാണ്. അതുപോലെയല്ല അമേരിക്ക. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഈ ഗണേശോത്സവത്തിൻ്റെ ഗണപതി വിഗ്രഹം ചൈനയിൽ നിന്ന് വരുന്നുണ്ട്. അതിനെ കളിയാക്കിക്കൊണ്ട് മോഡി പറഞ്ഞു ചൈനയിൽ നിന്ന് വന്ന ഗണപതിക്ക് കണ്ണിന് വലിപ്പം കുറവായിരുന്നൊക്കെ പറഞ്ഞ് നേരത്തെ കളിയാക്കുകയൊക്കെ ഉണ്ട്. പക്ഷേ അമേരിക്ക അത്ര ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അയക്കുന്നുണ്ടോ? അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഇക്കോണമിയിൽ പ്രത്യേകിച്ച് പല സെക്ടറിലും ഈ നമുക്ക് 10 ദിവസം ഒരു ചൈനീസ് ഉൽപ്പന്നം ഉപയോഗിക്കാതെ ഇന്ത്യയിൽ ഒരു പൗരന് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരം സ്വാഭാവിക ഇതുള്ള ആ രാജ്യത്തെ രാഷ്ട്രീയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ചൈനയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അവിടെ പോയി ഇറങ്ങുന്നു, ചൈനയെ നമ്മൾ മൂക്കിക്കയറ്റു എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. അത് രാഷ്ട്രീയമായി ഈ വിദേശകാര്യ ബന്ധങ്ങളെ ഉപയോഗിക്കുകയാണ്. അതിന്റെ ഒരു തിക്തഫലമാണ് ഇവിടെ അനുഭവിക്കുന്നത്. ഇത്തരമൊരു തിക്തഫലത്തിൽ നിന്ന് ഈ തിരിച്ചടികളുടെ തിരിച്ചടികളിൽ നിന്ന് എന്ത് പാഠമാണ് പഠിക്കുന്നത്? നമ്മുടെ വിദേശ നയത്തിൽ എന്തൊക്കെ മാറ്റം വരാൻ പോകുന്നു? അതിനൊക്കെ സാധ്യമാണോ എന്ന പ്രശ്നമുണ്ട്. വളരെ ശക്തമായ ഒരുപാട് ചോദ്യങ്ങൾ നിൽക്കുന്നു. പ്രവൃത്തിയിലൂടെ മാത്രം ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുള്ളതുമാണ്. ഏതായാലും വലിയ ചർച്ചയായി മാറുന്നു ഈ ത്രികക്ഷി സഖ്യം എന്നുള്ളതാണ്. ഈ ഇറക്കുമതി തീരുവ കൊള്ള ട്രംപ് നടപ്പാക്കുമ്പോൾ അതിനെതിരായി പ്രതിരോധം തീർക്കാൻ ഒരു ബദലായി മാറാൻ ഈ ത്രികക്ഷി സഖ്യം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സജീവമായി ഇങ്ങനെ പൊതുമണ്ഡലത്തിൽ ലോകത്താകെ നിൽക്കുക കൂടിയാണ്. വളരെയധികം നന്ദി 3 പേർക്കും ഞങ്ങളുമായി സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.